നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിനം കർത്താവിൻ്റെ മക്കളായ നിങ്ങളോടുകൂടെ ഈ ദേശത്തിങ്ങനെ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാനും ദൈവ സന്നിധിയിൽ ദൈവവചനം ധ്യാനിപ്പാനും ഒക്കെ കർത്താവ് തന്ന നല്ല അവസരത്തിന് പിന്നെയും സ്തുതിക്കുകയാണ്. നിങ്ങളെയെല്ലാം ഞാൻ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ 1-2 ദിവസം നമ്മൾ ഒരുമിച്ച് രാവിലെയും വൈകിട്ടുമായിട്ട് ദൈവസന്നിധിയിൽ കടന്നു വന്ന് വചനം ധ്യാനിക്കുകയായിരുന്നു. പലവിധമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുപോയി. തുടക്കത്തിൽ പറയാൻ വെച്ച കാര്യങ്ങൾ അത് മറ്റൊരു രീതിയിലേക്ക് പോയി അല്ലേ? നമ്മൾ തുടക്കത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ തുടക്ക സമയത്ത് തന്നെ ശുശ്രൂഷകരെ കുറിച്ച്, ശുശ്രൂഷ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഏറ്റവും ആദ്യം പറയാനിടയായത്. അതങ്ങനെ ഒരു സാഹചര്യം വന്നു. അതിൻ്റെ കാരണം തീത്തോസിൻ്റെ ലേഖനത്തിൽ നിന്ന് ചില വാക്കുകൾ ദൈവദാസൻ പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ് തീത്തോസിൻ്റെ പുസ്തകം. ആ ലേഖനം പൗലോസിൻ്റെ നിജപുത്രനായ തീത്തോസിന് എഴുതിയതാണ്. അപ്പോൾ ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം, ആ ക്രയത്തയിൽ താൻ എങ്ങനെ ശുശ്രൂഷിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പൗലോസ് തീത്തോസിനോട് പറയുന്നത്. അപ്പോൾ അതൊക്കെ മുന്നിൽ നിന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുപോയി. ഒരുപക്ഷെ അന്നേരം ഇവിടെ ശുശ്രൂഷയിലുള്ള ദൈവദാസന്മാരുണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടാനായിരിക്കും എന്നെ അങ്ങനെ തിരിച്ചുവിട്ടത് അല്ലേ? അന്ന് വൈകിട്ടും പിറ്റേ ദിവസവും വളരെ ലളിതമായ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നാണ് ഞാൻ ധരിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ എനിക്കങ്ങനെ പ്രേരണയും വരുന്നില്ല ലളിതമായി പറയാൻ. 2 പല ശുശ്രൂഷകരൂടെ ഉണ്ടായിരുന്നു. സീനിയറായിട്ടുള്ള പാസ്റ്റേഴ്സ്, മറ്റ് ശുശ്രൂഷകരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ലളിതമായി പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരിരുന്ന് വിഷമിച്ചു. അവരൊക്കെ ഉള്ളപ്പോൾ ഇത്രയും ദൂരം അവരും വന്നതാണല്ലോ, അവർക്കൊരു അനുഗ്രഹമാകണം, ഒരുമിച്ചുള്ള ദൈവവചന ധ്യാനം സന്തോഷമാകണം എന്നോർത്താണ് ഞാൻ ഇത്തിരി ഗൗരവമുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നുപോയത് അല്ലേ? ഇച്ചിരി ഗൗരവമുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ പറഞ്ഞത്? ഇച്ചിരി ഇടിക്കലും പൊളിക്കലും പണിയലും മുറിക്കലും കത്തിക്കലും എന്തെല്ലാമൊക്കെയാണ് വന്നതല്ലേ? അങ്ങനെയൊക്കെ വന്നില്ലേ? അപ്പോൾ അങ്ങനെ ഇടിക്കും പൊളിക്കും എന്നൊക്കെയുള്ള മീൻസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നത്. അങ്ങനെ പറഞ്ഞ് ഇന്നലെ രാവിലെ നമ്മൾ ഒത്തുകൂടിയപ്പോൾ അവിചാരിതമായി പഴയ നിയമത്തിലെ ഒരു ഭാഗമായ സമാഗമന കൂടാരത്തിലേക്ക് കടന്നുപോയി. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, തലേ ദിവസം നമ്മുടെ ഇടയിൽ വന്ന ഒരു ദൈവദാസൻ ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം പഴയ നിയമത്തിൽ വിശേഷിച്ച് പുറപ്പാട് ദിവസം 33-ാം അധ്യായത്തിൽ നിന്നാണ് ഒരു ചോദ്യം ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനൊരു മറുപടി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വിശദമാക്കുക. അത് വിശദമാക്കാനായിട്ട് അവിടെ തന്നെ പോകണം. അവിടെ പോകുമ്പോൾ ആ പശ്ചാത്തലം എല്ലാം പറയണം. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ചെങ്കടലും കടന്ന് ഓരേബിൻ്റെ അടിവാരത്ത് പാളയം ഇറങ്ങിയിരിക്കുമ്പോൾ അവരുടെ നായകനായ മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. ജനം താഴ്വരയിലാണ്. അപ്പോൾ അവരെ നയിക്കുന്ന അടുത്ത ആൾ അഹ്റോനാണ്. അഹ്റോൻ അവരെ കെട്ടഴിച്ചു വിട്ടു. അവരെ പരിഹാസ്യമാകുമാറ്, ജാതികളുടെ നടുവിൽ, ശത്രുക്കളുടെ നടുവിൽ പരിഹാസ്യമാകുമാറ് അഹ്റോൻ എന്ത് ചെയ്തു? അവരെ കെട്ടഴിച്ചു വിട്ടു. അഹ്റോൻ എന്ന് പറഞ്ഞാൽ മോശ കഴിഞ്ഞ അടുത്ത പ്രധാനിയാണ്. അതിന് ഞാൻ ഇന്നലെ പറഞ്ഞെന്താ വൈസ് പ്രസിഡന്റ് എന്നല്ലേ? വൈസ് പ്രസിഡന്റ് കെട്ടഴിച്ചു വിട്ടു. ഈ കാലത്തും അങ്ങനെ ആളുകൾ കെട്ടഴിച്ചു വിടുന്നുണ്ട്. കെട്ടഴിച്ചു വിടുന്നൊരു കാലമാണ്. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി പറഞ്ഞു വന്നപ്പോൾ ആ ഒരു സെഷൻ മുഴുവനും ആ പഴയ നിയമത്തിൽ നിന്ന് പല കാര്യങ്ങളുമാണ് പറഞ്ഞത്. അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചോദ്യം പുറപ്പാട് ദിവസം 33-7 നിന്നാണ്. അതായത് മോശ കൂടാരം എടുത്ത് ദൂരത്തടിച്ചു. യഹോവയെ അന്വേഷിക്കുന്നവർ അവിടെ കടന്നു വന്ന് ദൈവശബ്ദം കേൾക്കണം. അപ്പോൾ അതിന് വിശദീകരണം കൊടുക്കേണ്ടി വന്നു. അത് ചരിത്രത്തിൽ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മോശ ഇസ്രായേലിൻ്റെ പാളയത്തിന് നടുവിൽ നിന്ന് കൂടാരം എന്ത് ചെയ്തു? നീക്കിയടിച്ചു. അതേ കാര്യം തന്നെ ചരിത്രത്തിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന ആ സമയത്ത്
ദൈവത്തിൻ്റെ ശബ്ദം ശരിക്കും കേൾക്കേണ്ടത് യെരൂശലേം ദേവാലയത്തിൽ നിന്നാണ്. എന്നാൽ ദൈവശബ്ദം കേട്ടത് എവിടെയാ ദൈവശബ്ദം കേട്ടത്? ദൈവശബ്ദം കേട്ടത് എവിടെയാ? യേശുക്രിസ്തു ശുശ്രൂഷയിലേക്ക് വരുന്നേ ഉള്ളൂ. ഗലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു വന്നിട്ടില്ല, വരുന്നേ ഉള്ളൂ. അവൻ വഴിയിലാണ്, വരുന്നേ ഉള്ളൂ. അങ്ങനെ പറ. 12, 13 ദൈവശബ്ദം മുഴങ്ങിയത് യോർദാന്റെ കരയിലാണ്. യെരൂശലേം ദൈവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് 2 കെരൂബുകളുടെ നടുവിൽ നിന്നും മുഴങ്ങേണ്ട ശബ്ദം ഇപ്പോൾ മുഴങ്ങുന്നില്ല. അവിടെ അതിപരിശുദ്ധ സ്ഥലമൊക്കെ ഇരിപ്പുണ്ട്, പെട്ടകം ഇരിപ്പുണ്ട്, പെട്ടകത്തിന് മുകളിൽ കൃപാസനമുണ്ട്, കൃപാസനത്തിന് മുകളിൽ 2 കെരൂബും അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ നിശ്ചലമാണ് കാര്യങ്ങൾ. അവിടെ നിന്ന് ശബ്ദം പുറപ്പെടുന്നില്ല, ദൈവാലോചന വെളിപ്പെടുന്നില്ല. ദൈവാലോചന എവിടെയാ വെളിപ്പെട്ടത്? മരുഭൂമിയിൽ, യോർദാന്റെ കരയിൽ അല്ലേ? സെഖര്യാവ് എന്ന് പറയുന്ന പുരോഹിതന്റെ മകനായ യോഹന്നാനിലൂടെ. യോഹന്നാൻ പൗരോഹിത്യ കുലത്തിലുള്ളവനാണ് അല്ലേ? യോഹന്നാൻ പുരോഹിത വർഗത്തിൽപ്പെട്ട ഒരുവനാണ്. പക്ഷെ യോഹന്നാന്റെ ഇപ്പോഴത്തെ നില എന്താ? യോഹന്നാൻ ഒരു പ്രവാചകനാണ്. പ്രവാചക ശബ്ദവുമായി താന് മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. താൻ ആ പുരോഹിത ശുശ്രൂഷയിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ അരമനയും പരിചാരകരും അണ്ടിപ്പരിപ്പും ബദാമും പിന്നെ എന്നൊക്കെ പിസ്ത അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് രാവിലെയും വൈകിട്ടും ധൂപക്കുറ്റിയൊക്കെ വീശി പരിപാടി അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ യോഹന്നാന്റെ നിയോഗം അതല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ നിയോഗം എന്താ? മരുഭൂമിയിലായിരുന്നു. അവിടെ ഈ പറഞ്ഞ വല്ലതും കിട്ടുമോ? വെട്ടുക്കിളിയും കാട്ടുതേനും ഒക്കെയാ. അപ്പോൾ വെട്ടുക്കിളിയും കാട്ടുതേൻ്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ മറുപടി നമ്മൾ പറഞ്ഞു. കൂടാരമെടുത്ത് ദൂരത്തടിച്ചു, പാളയം മലിനമായിരിക്കുന്നു. വീണ്ടും പാളയം മലിനമായ കാര്യം ഇപ്പൊ ഈ പറയുന്നത്. കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇസ്രായേലിന്റെ പാളയം എന്താണ്? മലിനമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. പക്ഷെ ഇപ്പോൾ അതെന്തായി? കള്ളന്മാരുടെ. കള്ളനാരാ? കള്ളൻ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാ? കള്ളൻ എന്ന് പറഞ്ഞാൽ സാത്താനെയാണ് കള്ളൻ എന്ന് വിളിക്കുന്നത്. ദുഷ്ടൻ എന്ന് വിളിച്ച ആരെയാ? നമ്മൾ അയൽവാസിനെയൊക്കെ ചിലപ്പോൾ ദുഷ്ടൻ എന്ന് വിളിക്കും. ദുഷ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്താനാണ് അല്ലേ? ദുഷ്ടന്മാരെന്നൊക്കെ വിളിക്കുന്നില്ലേ? അത് സാത്താന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് ഈ ദുഷ്ടന്മാര്. ഈ കള്ളൻ എന്ന് പറഞ്ഞാൽ കള്ളൻ അറുപ്പാനും മുടിപ്പാനും വരുന്നു. അത് ഈ പറയപ്പെട്ട പുള്ളിയാണ് അല്ലേ? കള്ളൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ സാത്താൻ തന്നെ. അപ്പൊ അത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തെന്ന് വെച്ചാൽ സാത്താന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് നടക്കുന്ന ആളുകൾ അതിനകത്ത് ദൈവത്തിന്റെ ഹിതവും പ്രമാണങ്ങളെല്ലാം മറിച്ചു കളഞ്ഞ് സാമ്പ്രദായിക രീതിയിൽ കാര്യങ്ങൾ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സമയത്താണ് യോഹന്നാന്റെ ശബ്ദം, മരുഭൂമിയിലെ ആർത്തനാദം എന്ന് പറയും. അത് വല്ലാത്തൊരു ശബ്ദമായിരുന്നു ഇസ്രായേലിന്റെ നടുവിൽ. അനേകർ ആ ശബ്ദത്തിന് മുമ്പാകെ വന്ന് ദൈവഹിതം തിരിച്ചറിഞ്ഞു. ഓക്കെ, ആ ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതെല്ലാം പഴയ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിച്ചതുകൊണ്ട് ഇന്നലെ രാവിലെ നമ്മൾ ദൈവസന്നിധി കടന്നു വന്നപ്പോൾ റോമാലേഖനം 15:4 വായിച്ചുകൊണ്ട് മുൻപോട്ട് പോകേണ്ടി വന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം. ഇന്നലെ വരാത്തവരും മിനിഞ്ഞാന്ന് വരാത്തവരൊക്കെ ഉണ്ടല്ലോ. എന്താ നമ്മൾ പറഞ്ഞെന്ന് അവരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. റോമാലേഖനം 15:4 എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതെന്ന് തന്നെ എഴുതിയിരിക്കുന്നു. മുൻ എഴുതിയിരിക്കുന്നതൊക്കെ നമ്മുടെ ഉപദേശത്തിനായിട്ടാണ്. ആ തിരുവഴുത്തുകൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് സ്ഥിരത ലഭിക്കും, അതിലൂടെ നമുക്ക് ആശ്വാസം കൈവരും. അപ്പം മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെന്നാ ചിന്തിച്ചത്? മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും പഴയ നിയമ ഭാഗങ്ങളെയാണ് അവിടെ മുന്നെഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പഴയ നിയമ ഭാഗങ്ങളൊക്കെ നമ്മൾ തുറക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ഉപദേശം പഠിക്കാൻ, ഉപദേശത്തിൽ ഉറയ്ക്കാൻ വേണ്ടി. ശുശ്രൂഷകർ അത് തുറന്ന് പ്രസംഗിക്കുന്നതും എന്തുദ്ദേശത്തിലായിരിക്കണം? ജനത്തെ ഉപദേശത്തിൽ നിർത്തണം, സഭയെ ഉപദേശത്തിൽ നിർത്തണം, ഉപദേശത്തിന്റെ കെട്ടുപാടുകളിൽ നിർത്തണം, കെട്ടഴിച്ചു വിടരുത്. ഇന്ന് ഈ പഴയ നിയമം എടുത്ത് പ്രസംഗിച്ച് കെട്ടഴിച്ചു വിടും. അതാണ് ഇന്നത്തെ കുഴപ്പം. എന്താണ്? പഴയ നിയമം പ്രസംഗിച്ച് എന്ത് ചെയ്യുക? കെട്ടഴിച്ചു വിടും. പക്ഷെ പഴയ നിയമം പ്രസംഗിച്ച് കെട്ടണം, മുറുകി കെട്ടണം, അഴിഞ്ഞു പോകരുത്, കെട്ടി നിർത്തണം, അങ്ങനെ നിർത്തണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വാക്യം വായിച്ചിട്ട് വിശദീകരണത്തിലേക്ക് പോയി അല്ലേ? അങ്ങനെ വിശദീകരണത്തിലേക്കൊക്കെ പോയപ്പോൾ ഉപദേശ വിഷയങ്ങളൊക്കെ സ്ഥാപിക്കേണ്ടി വരികയാണ്. ദൈവസഭയെക്കുറിച്ചുള്ള പല പിക്ചറുകളും തുറന്നു വരികയാണ്. സഭയെന്ന് പറയുന്ന വിളക്ക് കത്തി നിൽക്കേണ്ടതിൻ്റെ അനിവാര്യത, അതൊക്കെ ഇച്ചിരി കനമേറിയ കാര്യമാണ്. ഞാൻ ലളിതവുമായിട്ട് വരാനാണ് ആഗ്രഹിച്ചത്. ലളിതമൊന്നും വിലപ്പോയില്ല, ലളിതയൊന്നും പുറത്തു കൊണ്ടുവരാൻ പറ്റിയില്ല.
പകരം കരമേറിയ കാര്യങ്ങളായിരുന്നു അത്. ഒരു താലന്ത് തങ്കത്തിൽ അടിപ്പുപണിയായി പണിതെടുക്കുന്ന ഒരു വിളക്ക്, മനോഹരമായൊരു വിളക്ക്. ഒരു താലന്ത് തനി തങ്കത്തിലാണത് അടിക്കുന്നത്. ഹാമറിങ് കൊണ്ട്, ചുറ്റിക കൊണ്ട് അത് എന്ത് ചെയ്യുന്നു? അടിച്ചതിന് ഷേപ്പ് വരുത്തി ഒരു വിളക്കാക്കുന്നു. അല്ലേ? പ്രകാശിക്കണമെന്ന് പറയുമ്പോൾ ആദ്യം എന്ത് വേണം? വിളക്ക് വേണം. ആ വിളക്കിൽ പിന്നെ എന്തൊഴിക്കണം? ഒരു രാത്രിയെ കഴിഞ്ഞു പോയിട്ടുള്ളൂ. ഒരു രാത്രി. ഗലാത്യരെ സംബന്ധിച്ച് ഗലാത്തിയിൽ പൗലോസ് പോയി പ്രസംഗിച്ച് ചില നാളുകൾ, മാസങ്ങളും കഴിഞ്ഞ് പൗലോസ് തിരിച്ചുപോയി. ഒന്നാം മിഷൻ യാത്രയിൽ തിരിച്ച് അന്ത്യോക്യയിൽ വന്ന് വീട്ടിൽ വന്ന് കയ്യും കാലും കഴുകി അത്താഴമുണ്ട് കയറി കിടന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഗലാത്തിയിലുള്ള ആൾക്കാർ ഇതാ മറിഞ്ഞിരിക്കുന്നു. അവിടെ വേറെ ആൾക്കാർ വന്ന് പല കാര്യങ്ങളും പറഞ്ഞെന്ന്. അതിൻ്റെതായ സമയമെടുത്തു. ഇവിടെ ഒരു രാത്രിയെ കഴിഞ്ഞു പോയുള്ളൂ. എന്തെന്നാ നമ്മൾ വായിച്ചത്? എന്തെന്നാ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഊന്നി പറഞ്ഞത്? ഇന്നലെ ഇടിച്ചെടുത്ത, അതിനോട് ചേർത്ത് വേറെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് ഓർക്കുന്നുണ്ടോ? അതിനോട് ചേർത്ത് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ വിളക്കുകളുണ്ട്. ആ വിളക്കുകളിലൊക്കെ എന്തൊഴിച്ചിട്ടുണ്ട്? എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഇല്ല. അത് പല പേരിലും, എല്ലാ പേരിലും ഉണ്ട്. എല്ലാ സ്ഥലത്തും എല്ലാ പേരിലും ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള അഡ്രസ്സിന്റെ കീഴിൽ ചെന്നിട്ട് വിളക്ക് കത്തി നിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എണ്ണ ഏതാന്ന് നോക്കണം. അതൊക്കെ ഒലിവെണ്ണ തന്നെയാണ്. പക്ഷെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയല്ല. അപ്പൊ അങ്ങനെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിക്കണം. പിന്നെ അതിലേക്ക് എന്ത് കൊണ്ടുവന്ന് ഇറക്കി വെക്കണം? തിരി ഇറക്കി വെക്കണം. തിരി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടില്ലേ? ഇത്തിരി കട്ടപ്പാടുണ്ട്. അപ്പൊ ഇത്തിരി കട്ടപ്പാടുണ്ട് തിരി ഉണ്ടാക്കാൻ. അങ്ങനെ തിരി തെറുത്ത് തിരി എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കണം. തിരി എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിച്ചത്? ചോദിക്കട്ടെ പറഞ്ഞാൽ നല്ല കൃത്യ ഉത്തരവെന്നും പറഞ്ഞ് എൻ്റെ ഇതൊരു മിഠായി പോലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. പ്രോത്സാഹന സമ്മാനം ഉണ്ടെന്നൊന്നും ഓർത്ത് ആരും ഉത്തരം പറയണ്ട. പറഞ്ഞു. ഇന്നലെ കേട്ടതായതുകൊണ്ടാണ് ചോദിക്കുന്നത്. വേറെ ആൾക്കാർ പേടിക്കരുത്. നിങ്ങളവിടെ ആരോടും ഞാൻ ചോദിക്കില്ല. പുള്ളിയോട് ചോദിക്കാൻ ഒരു നടത്തിപ്പോന്നുകൊണ്ട് ചോദിച്ചാൽ അതിൻ്റെ പേരിൽ ഇറങ്ങി പോയേക്കരുത്. മുങ്ങണം. പെന്തിക്കോസുകാർ മുങ്ങും, വെള്ളത്തിൽ മുങ്ങും. ആ മുങ്ങലിൻ്റെ കാര്യമല്ല പറഞ്ഞത്. അത് എളുപ്പമുള്ള കാര്യം. ഒരു സെക്കൻഡ് നേരം മതി മുങ്ങാൻ. ചുമ്മാ പോയി വെള്ളത്തിലിറങ്ങി കയറി പോവല്ലേ ആൾക്കാരിപ്പോൾ? വല്ലതും കേട്ടിട്ടാണോ മുങ്ങുന്നേ? ആർക്കറിയാം? ഞാൻ ഈ കഴിഞ്ഞ ദിവസമേ ഒരു പെങ്കൊച്ചിനെ കണ്ടു. പെങ്കൊച്ചിൻ്റെ അപ്പനും അമ്മയൊക്കെ ഉണ്ട്. ഇങ്ങനെ വർത്തമാനം പറഞ്ഞു. കൊച്ച് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കൊച്ച് 12ാം ക്ലാസ്സിലല്ല, പിന്നെ 8ാം ക്ലാസ്സിൽ. കൊച്ച് സ്നാനപ്പെട്ടിട്ട് 1 വർഷമായി. അപ്പോൾ 7ാം ക്ലാസ്സിൽ വെച്ച് എന്ത് ചെയ്തു? കൊച്ചിനോട് ഞാൻ കൊച്ചു കാര്യങ്ങൾ ചോദിച്ചു. കൊച്ചിനൊന്നും അറിയില്ല. പാവം കൊച്ച്. ഇതാണ് ഇപ്പോഴത്തെ പെന്തിക്കോസ്. ആ കൊച്ചൊരു നിഷ്കളങ്കിയായ കൊച്ചാണ്. പണ്ട് കത്തോലിക്കരും ഇതര സമൂഹക്കാരും ചിന്തിച്ചത് ഞങ്ങളുടെ പിള്ളേരൊക്കെ മരിച്ചു പോവുക, 56-നും 86-നും 90-നൊക്കെ മുമ്പ് മരിച്ചു പോകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? വേഗം മാമോദീസ കൊടുത്തേക്കാം. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ഉത്കണ്ഠ വന്നു. ആ ഉത്കണ്ഠ പെന്തിക്കോസുകാർക്കും ഉണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ടെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ നിഷ്കളങ്കരാണ്. അവരിൽ കാപട്യമില്ല. പക്ഷെ അവരിൽ പാപമുണ്ട്. ദൈവം അത് കണക്കിടില്ല. അവർക്ക് പാപബോധം വന്നാൽ പണിയായി. അപ്പോൾ ആ കൊച്ചിന് പാപബോധം വന്നോ ഇല്ലയോ നമുക്കറിയില്ല കേട്ടോ. വന്നിട്ടാണെങ്കിൽ കൊള്ളാം, നല്ലത് തന്നെ. ഞാൻ കുറ്റവിചാരണ നടത്തുകയല്ല. ഒരു വ്യക്തിക്ക് പാപബോധം വരാൻ ഇത്ര വയസ്സെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. 5 വയസ്സിലും പാപബോധം വരാം, 10 വയസ്സിലും വേണേൽ പാപബോധം വരാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അങ്ങനെയൊന്നും വന്നിട്ടില്ല. പെന്തിക്കോസിൽ ചേരാൻ കൊച്ച് സ്നാനമേറ്റു എന്ന് മാത്രമേ ഉള്ളൂ. എവിടെ ചേരാൻ? സ്നാനമേക്കണം. പെന്തിക്കോസിൽ ചേരണമെങ്കിൽ, ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ മാനസാന്തരപ്പെടണം. ആദ്യം മാനസാന്തരപ്പെട്ട് രക്ഷാനിർണയം പ്രാപിച്ചു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് അതിലേക്കാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കർത്താവിനോട് ചേരാൻ പറ്റുള്ളൂ. കർത്താവിൻ്റെ സഭയോട് ചേരാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷനോട് ചേരാം സ്നാനപ്പെട്ട്. ബഹുഭൂരിപക്ഷം പേരും അങ്ങനെയാണ് ചേരുന്നത്. IPCയോടും ചർച്ച കോഡിനോടും AGയോടും പിന്നെ ഇപ്പോൾ ഒത്തിരി വേറെ സൈസ് ഇടപാടുകളുണ്ടല്ലോ, അതിലൂടെയൊക്കെ പോയി ആളുകൾ ചേരുന്നുണ്ട്. വാസ്തവമായി സാർവത്രിക സഭയുടെ ഭാഗമാകണമെങ്കിൽ കാര്യങ്ങളുണ്ട്. ഉഴുതുമറിക്കപ്പെടണം. സുവിശേഷം എന്ന കലപ്പ അകത്തൂടെ കടന്നു പോകണം. ഉഴുതുമറിക്കപ്പെടണം.
ആദാമി വർഗത്തിൻ്റെ ഹൃദയം എങ്ങനെ കിടക്കുക? ഉറഞ്ഞു കിടക്കുകയാണ്, തറഞ്ഞു കിടക്കുകയാണ്, തരിശു ഭൂമിയാണത്. എത്രയോ നൂറ്റാണ്ടുകളായി ഉറഞ്ഞു കിടക്കുക. അപ്പോൾ അതെന്ത് ചെയ്യണം? സുവിശേഷം എന്ന കലപ്പ കൊണ്ട് ഉഴുതുമറിക്കണം. അങ്ങനെ ഉഴുതുമറിക്കപ്പെട്ട നിലത്തേക്ക് പരിശുദ്ധാത്മാവ് വിത്ത് കൊണ്ടുവരികയുള്ളൂ. വിത്ത് വിതയ്ക്കുന്ന ആരാ? വിത്ത് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന ആരാന്ന് ഇന്നലെ പറഞ്ഞേ? പരിശുദ്ധാത്മാവാണ്, പാസ്റ്റർ അല്ല. പാസ്റ്ററുടെ പണി എന്താപ്പോ? പാസ്റ്റർ മീൻസ് ശുശ്രൂഷകരുടെ പണി എന്താപ്പോ? സഹോദരിമാരെങ്കിലും പറയാവോ? ശുശ്രൂഷകരുടെ ഉത്തരവാദിത്വം എന്താ? അപ്പൊ ഞാൻ പറഞ്ഞു വിത്ത് വിതയ്ക്കുന്നത്, വിത്ത് കൊണ്ടുവരുന്നതൊക്കെ പരിശുദ്ധാത്മാവാണ്. അപ്പൊ ശുശ്രൂഷകരുടെ ഉത്തരവാദിത്വം എന്താ? ശുശ്രൂഷകരുടെ ഉത്തരവാദിത്വം അമ്മച്ചി മാത്രം പറഞ്ഞു, ബാക്കി എല്ലാവരും പുറത്തിറക്കി വാതിലടയ്ക്കേണ്ടത്. ഇപ്പോൾ സത്യത്തിൽ ഇന്നലെ മിനിങ്ങാന്നും ഒക്കെ പറഞ്ഞതാ ഇത്. ഒന്നാമത് പാടവും പറമ്പും പശുവും പോത്തും ഒന്നും കണ്ടിട്ടില്ല, അതായി കുഴപ്പം. അതൊക്കെ കണ്ടിട്ടുള്ള മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ പറയുമ്പോൾ. നില ഒരുക്കാതെ വിത്ത് വിതയ്ക്കാൻ പറ്റില്ലെന്നുള്ള ഏത് മനുഷ്യനെ അറിയാൻ മേലാത്ത? ചുമ്മാ കൊണ്ടുവന്ന് ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വിതയ്ക്കും. അത് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്താ ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? കാണുന്നിടത്തെല്ലാം കൊണ്ടുപോയി വിതയ്ക്കും. തൃശ്ശൂർ റൗണ്ടിൽ വരെ വേണേ കൊണ്ട് എന്ത് ചെയ്യും? വിതയ്ക്കും. അവിടെ എന്നാ മുളയ്ക്കാനാ? ഉറഞ്ഞ് കിടക്കുക. അവിടെ മുള്ളും പറക്കരയും വളർന്നു നിൽക്കുകയല്ലേ അല്ലേ? ഈ മുള്ളെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പാപത്ത് കൂട്ടാം. എന്നാലും നമുക്ക് കുറച്ച് തിരിച്ചറിയാൻ. ഈ വിതയുടെ വിഷയത്തിൽ പറയുമ്പോൾ മുള്ളെന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? കളയും മുള്ളുമായിട്ട് എന്നാ ബന്ധം? ദൈവമേ, ആന വേറെ ആട് വേറെ. കളയോ? മത്തായി 13:22 വായിച്ചു നോക്കി. മത്തായി 13:22. വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തിലിരിക്കിയിട്ട് നിഷ്ഫലനായിത്തീരുന്നതാകുന്നു. അപ്പൊ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടത് എന്താന്നാ വായിച്ചത്? ഒന്നുകൂടെ വായിച്ചേ. ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും അതായത് ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയുമാണ് മുള്ളു കാണിക്കുന്നത്. ഈ മുള്ളില്ലാത്ത മനുഷ്യർ ഭൂമിയിലില്ല. ഈ പറഞ്ഞ രണ്ട് സാധനം ഇല്ലാത്തവരെ നമുക്ക് എവിടെയെങ്കിലും കണ്ടു കിട്ടുമോ? അയ്യോ, വലിയ പാടാ കണ്ടു കിട്ടാൻ. അപ്പോൾ അതിനകത്ത് ഈ മുള്ളിനിടയിൽ കൊണ്ടുപോയി ചുമ്മാ നമ്മൾ വലിയ മെഗാ കൺവെൻഷൻ വെച്ചിട്ട് കുറച്ച് വിത്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞ് വിതച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ എന്ത് ചെയ്യണം? നില ഒരുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നില ഒരുക്കലിന്റെ പ്രക്രിയയിൽ എന്ത് ചെയ്യണം? ഒരുക്കണം എന്ന് പറയുമ്പോൾ ഓക്കെയാ, ക്ലിയറായി. എന്നാലും എങ്ങനെയാ ഒരുക്കുന്നത്? ഇരമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശുനിലം ഉഴുവിൻ. എങ്ങനെ വായിച്ചോ? ഒന്നുകൂടെ വായിച്ചോ, ഉറക്കെ വായിച്ചേ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശുനിലം ഉഴുവിൻ. നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശുനിലം എന്ത് ചെയ്യണം? ഉഴണം. ഫ്ലോയിങ്, ഉഴണം, ഉഴുതുമറിക്കണം. അപ്പൊ ശുശ്രൂഷകരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ ഉഴുതുമറിക്കണം. അവരുടെ കയ്യിലപ്പോൾ എന്തു വേണം? കലപ്പ വേണം. അവരുടെ തോളിൽ എന്താ വേണ്ടത്? കലപ്പ വേണം. ഒരു പുതുനിയമ ശുശ്രൂഷകൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ട ചിന്തകൾ എന്തെല്ലാമാ? അവൻ ഉഴുതുമറിക്കണം, കലപ്പ വേണം, പാപത്തിന്റെ വേരുകളെയെല്ലാം ഉഴുതുമറിച്ച് പൊട്ടിക്കണം. അങ്ങനെയല്ലേ ശുശ്രൂഷ മുൻപോട്ട് പോകേണ്ടത്? അങ്ങനെ ഉഴുതുമറിച്ച് ഒരുക്കപ്പെട്ട നിലമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ പരിശുദ്ധാത്മാവ് വിത്തുമായിട്ട് വരും. നിലം ഒരുക്കപ്പെട്ടു, സജ്ജമാണ്, വിതയ്ക്കാൻ സജ്ജമാണ് എന്ന് കാണുമ്പോൾ അവിടെ എന്തു വരും? വിത്ത് വരും. പരിശുദ്ധാത്മാവ് വിത്ത് കൊണ്ടുവരും. അത് വളരും. അത് വളർന്ന് 30, 60, ചിലപ്പോൾ 30 നിന്നും പോകും, ചിലപ്പോൾ 60 വരെയൊക്കെ കഷ്ടിയെത്തും. അത്രയൊക്കെ കൂട്ടിയാൽ മതി. 100 മേനി വിളയുക എന്ന് പറഞ്ഞാൽ അതൊരു വിളച്ചൽ തന്നെയായിരിക്കും. ഇനി വിളച്ചലുള്ള പാർട്ടികളുമുണ്ട് വേറെ, അല്ലേ? ഇങ്ങനെ വിളഞ്ഞില്ലെങ്കിലും വിളച്ചിലുള്ള പുള്ളികളുണ്ട്. അതാ കൂടുതലും നമ്മളിപ്പോൾ കാണുന്നത്. ശരിക്കും വിളയണം. എവിടം വരെ വിളയണം? 100 മേനി വിളയണം. അത് നമ്മളിവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്ന് എനിക്ക് തോന്നണേ, അല്ലേ?
ലോകത്തിൽ ഏതെങ്കിലും വിതക്കാരൻ വിതയ്ക്കാൻ പോകുമ്പോൾ പറയോ എനിക്ക് അത്ര നൂറൊന്നും വേണ്ടെന്ന് ഏതെങ്കിലും വിതക്കാരൻ മനസ്സിൽ ചിന്തിക്കുമോ? എന്തായിരിക്കും അവരുടെ ചിന്ത? ഇക്കൊല്ലം 100 മേനി അല്ലേ, ഇക്കൊല്ലം നല്ല വിളവ്, അങ്ങനെയൊക്കെ ചിന്തിക്കും. അതൊക്കെ ഏതൊരു വിതക്കാരനും ചിന്തിക്കും, ഏതൊരു കൃഷിക്കാരനും ചിന്തിക്കും. അങ്ങനെയെങ്കിൽ തോട്ടത്തിന്റെ ഉടയവനായ വലിയവനായ ദൈവം എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്? തൻ്റെ തോട്ടത്തിൽ നിന്ന്, തൻ്റെ സഭയാം തോട്ടത്തിൽ നിന്ന്, തൻ്റെ കൃഷിയിടമാണ് സഭ എന്ന് പറയുന്നത്, അതിൽ നിന്ന് കൊയ്തെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? അതിൽ നിന്ന് ആദ്യത്തെ കറ്റ കൊയ്ത് കഴിഞ്ഞു കേട്ടോ. തൻ്റെ തോട്ടത്തിൽ നിന്ന് ആദ്യത്തെ കറ്റ എന്ത് ചെയ്തു? ഒന്ന് ചോദിച്ചോട്ടെ കേട്ടോ, ആദ്യത്തെ കറ്റ എന്നാ കൊയ്തേ? ആദ്യത്തെ കറ്റ കൊയ്തു എന്നാ കൊയ്തേ? ആദ്യത്തെ കറ്റ എന്നാ കൊയ്തേ? ആദ്യഫല കറ്റ കൊയ്തത് എന്നാണ് എന്ന് ചോദിക്കാതെ ആദ്യഫല കറ്റ ഏതാ ആരാന്നൊക്കെ ചോദിച്ചാൽ മതി. അത് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോരെ. ഞാൻ ചോദിച്ചത് അത്ര ക്ലിയർ ആയിട്ടല്ല, വളച്ചു തിരിച്ചു ആണേ പോലും നിങ്ങൾക്ക് ചാടി ചാടി പറയാവുന്ന ഉത്തരങ്ങളുണ്ടല്ലോ. ആദ്യഫല കറ്റ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യഫല കറ്റ, ആദ്യം കൊയ്തെടുത്ത കറ്റ എന്നൊക്കെ പറഞ്ഞ് തീരണ്ട. കറ്റയുടെ കാ വന്നാൽ മതി എൻ്റെ വായിൽ, അപ്പം നിങ്ങൾ ബാക്കി ചാടി പറയണം. അതാണ് പെന്തക്കോസ്റ്റ്. അങ്ങനെ പറയുമായിരുന്നു. 2ാം ക്ലാസ്സും 3ാം ക്ലാസ്സും പഠിച്ച ആളുകൾ ഒരു കാലത്ത് അങ്ങനെ പറയുമായിരുന്നു. നിങ്ങളല്ലേ MA MEdകാരല്ലേ, നിങ്ങളെല്ലാം ഭയങ്കര യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി ഡോക്ടറേറ്റും എല്ലാം ഉള്ള ആൾക്കാരല്ലേ ഇവിടെ ഇരിക്കുന്നവരൊക്കെ. എന്നിട്ട് എന്താ പറയാത്ത ഈ തലമുറയിൽ? പഴയ തലമുറയിൽ കാന്താരി മുളകും കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളിപ്പോൾ ഇന്ന് രാവിലെ ചിക്കനും മട്ടനും ഒക്കെ തിന്നിട്ടല്ലേ വന്നേ? എല്ലാ സുഖഭോഗങ്ങളിലും കിടക്കുക, ഇങ്ങനെ ഏമ്പക്കൊക്കെ വിട്ടിട്ടാണ് വരുന്നത്. എന്നിട്ട് എന്താ ഇത് പറയാൻ പറ്റാത്തേ? ഒന്നുമില്ലാത്ത കാലത്ത് ആളുകൾ ഇതെല്ലാം പറഞ്ഞല്ലോ. ആദ്യഫലക്കറ്റ കൊയ്തില്ലേ എന്ന്. ശബത്തിന്റെ പിറ്റേന്നാൾ ആദ്യഫലക്കറ്റ കൊയ്തു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആദ്യഫലക്കറ്റ എടുത്തുകൊണ്ട് ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ യെരൂശലേം ദേവാലയത്തിന് മുൻപിലുള്ള യാഗപീഠത്തിന്റെ മുൻപിൽ നീരാജനം ചെയ്യുമ്പോൾ, അതായത് യാഗപീഠത്തിന്റെ മുമ്പിൽ 4 സൈഡിലേക്കും ആ കറ്റ ഉയർത്തി അദ്ദേഹം നീരാജനം ചെയ്യും. അതാണ് അവരുടെ ചടങ്ങ്. ആ സെയിം ടൈമിൽ അരിമത്തിക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ നിന്ന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതാണ് ആദ്യഫല കറ്റ. അതാണ് 1 കൊരിന്ത്യർ 15:20 പറയുന്നത്. ആദ്യഫലം പിന്നെ ആദ്യത്തെ കറ്റ കൊയ്തു കൊണ്ടുവന്നു. ഇനി ബാക്കി കറ്റകൾ കൊയ്യാനുണ്ട്. പാടം വിളഞ്ഞു കിടക്കുന്നു. കൊയ്ത് കൊണ്ടുവരുമ്പോൾ ദൂതന്മാരെല്ലാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും, ചെറുതും വലുതും ഒക്കെ. പേട്ട് തേങ്ങ കണ്ടിട്ടില്ലേ? അങ്ങനെ പറയില്ലേ? ഞങ്ങളുടെ നാട്ടിൽ പറയോ? ഇവിടെ അങ്ങനെ പറയോ? പേട്ടെന്നൊക്കെ പറയും അല്ലേ? ഇവിടെ പറയോ? ഇതും കേരളം തന്നെയാണല്ലേ. അപ്പോൾ പേട്ട് തേങ്ങ എന്ന് പറയും. അതിനെ ഈ 100 മേനിയുടെ കൂട്ടത്തിൽ ഇടുവോ? അല്ല, ഉരുണ്ട് നല്ല മൂപ്പുള്ള ഉള്ളുള്ള ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നേ? അല്ലേ? അത് തന്നെ. ആ തേങ്ങയുടെ കൂട്ടത്തിൽ ഈ പേട്ട് തേങ്ങ ഇടുവോ? ഇടില്ല. പണ്ടെങ്ങോ പെന്തിക്കോസി വന്നതാ, ഏതോ നൂറ്റാണ്ടിൽ പെന്തിക്കോസി വന്നതാ. പക്ഷെ ഈ സംഭവം എന്ത് ചെയ്തില്ല? മേനിയായി മാറിയില്ല. കൊയ്ത്തിനെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? കൊയ്ത്ത് ലോകാവസാനം. കൊയ്യുന്ന ആരാ? ദൂതന്മാര്. എന്നിട്ട് പാണ്ഡികശാല കൂട്ടില്ലേ? അപ്പൊ ആദ്യഫല കറ്റ കൊയ്തെടുത്തു കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ആദ്യഫല കറ്റ കൊയ്ത് കൊണ്ടുവന്നു. ആ കറ്റ എവിടെയായിരിക്കുന്നത്? പുതിയ നിയമത്തിന്റെ മൊത്തത്തിൽ വെളിപ്പാട് പുസ്തകം വരെ ഓർത്തുകൊണ്ടൊരു ഉത്തരം പറയാവോ? ക്രിസ്തുവിന്റെ വലതുഭാഗത്ത് ആരും ഇരിപ്പില്ല, പിതാവിന്റെ വലതുഭാഗത്ത് ഇരിപ്പുണ്ട്. അത് സാരമില്ല, ഒരു നാക്ക് പിഴയാ, അതൊക്കെ സാരമില്ല. അത് ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമാണോ? ഈ ചെവിക്ക് ഒരു ഇച്ചിരി കുഴപ്പമുണ്ട്. അതെയോ? ഞാൻ ഇന്നലെ മുതൽ നോക്കൂ, ഇതിനെന്തൊരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. അല്ലല്ല, കാര്യമായിട്ട് പറഞ്ഞാൽ ഈ സൈഡിൽ എന്തൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ സൈഡിലും ആയിപ്പോയി എല്ലാവരും. ഇതിന് സംഭവം ഇന്നലെ മുതൽ എന്തോ കുഴപ്പമുണ്ട്. ശരിയാക്കി എടുക്കാൻ ഞാൻ എൻ്റെ കാര്യമാണ്. അപ്പോൾ സഹോദരങ്ങളെ, കൊയ്തെടുത്ത ആദ്യഫല കറ്റ പിതാവിൻ്റെ വലഭാഗത്ത് എന്ന് പറയുമ്പോൾ അവൻ അധികാരസ്ഥനാണെന്നുള്ളതാണ് അർത്ഥം. മധ്യസ്ഥതയും അധികാരസ്ഥനുമാണെന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ ഇങ്ങനെ അങ്ങ് പറയാം, ഓടിച്ചു പറയാം. സിംഹാസനത്തിലാണ്.
ഈ നൂറുമേനി ആദ്യബലക്കറ്റ എവിടെയാ? സിംഹാസനത്തിലാ. അപ്പൊ ഈ കൊയ്ത്ത് ലോകാവസാനം, കൊയ് എന്നത് ദൂതന്മാര്. കൊയ്ത് കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, അത് പുസ്തകത്തിൽ എഴുതി വെച്ചു. ഇനി ആർക്കും മായ്ക്കാൻ കഴിയില്ല, മാറ്റാനും കഴിയില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും തന്റെ വചനത്തിന് ഒരു മാറ്റവും ഇല്ല. വലിയവനായ ദൈവം പറഞ്ഞു കഴിഞ്ഞു. പറയൂന്നല്ല, പറഞ്ഞു കഴിഞ്ഞു. എന്ത് പറഞ്ഞു? എന്റെ തോട്ടത്തിൽ നിന്ന് കൊയ്ത് കൊണ്ടുവരുമ്പോൾ ഈ കൊണ്ടുവരുന്ന കറ്റകളിൽ കുറച്ച് 30, കുറച്ച് 60, കുറച്ച് 100 മേനിയായിരിക്കും. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിൽ 30, 60 ഒക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഇരിക്കണോ അതോ 100ന്റെ കൂട്ടത്തിൽ ഇരിക്കണോ? എളുപ്പമല്ലെന്നേ, വില കൊടുക്കണം. പറയാൻ എളുപ്പമാ. 100 മേനിയുടെ കൂട്ടത്തിൽ ഇരിക്കണമെങ്കിൽ അയ്യോ, അത് ഒരു സൈഡിൽ നിന്നല്ലല്ലോ, 9 സൈഡിൽ നിന്ന് നമ്മൾ പറയും. ഒരു സൈഡിൽ നിന്ന് പറഞ്ഞപ്പോൾ കേൾക്കാൻ നല്ല രസമാണ്. കൊയ്തെടുത്തുകൊണ്ട് വന്നു കറ്റാന്നൊക്കെ പറഞ്ഞപ്പോൾ. അതേസമയം ആ പറയപ്പെട്ട കാര്യത്തെ ഒരു മൂലക്കല്ലെന്നുള്ള നിലയിൽ നമ്മൾ ചിത്രീകരിക്കും. യേശുക്രിസ്തു എന്ന മൂലക്കല്ല്. അതെങ്ങനെയുള്ള കല്ല? ശ്രേഷ്ഠവും മാന്യവുമായ കല്ലെന്ന് പത്രോസ് പറഞ്ഞു. അതിനൊക്കെ മുമ്പ് പ്രവാചകന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ മൂലക്കല്ലിനെ കുറിച്ച്. എങ്ങനെയാ പറഞ്ഞ യെശയ്യാവ്? ആ മൂലക്കല്ല്, വിലയേറിയ മൂലക്കല്ല്. യെശയ്യാവിന്റെ പുസ്തകം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 16-ാം വാക്യവും. അതുകൊണ്ട് യഹോവയായ കർത്താവ് പ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവർ ഓടിപ്പോകയില്ല. വെരി ഗുഡ്. എല്ലാവരും എടുത്തോ. സിയോനിലെ മൂലക്കല്ല് ശോധന ചെയ്ത കല്ലാണ്. ടെസ്റ്റഡ് സ്റ്റോൺ എന്ന് പറയും. ശോധന ചെയ്ത കല്ലാണ്, വിലയേറിയ മൂലക്കല്ലാണ് അല്ലേ? ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ പറയാം? സിയോനിലെ കല്ല് തീയിലൂടെയും വെള്ളത്തിലൂടെയും കടന്നുപോയ കല്ലാണ്, ശോധന ചെയ്ത കല്ലാണ്. ആ കല്ല് ആരാണ്? ആ മൂലക്കല്ല് ആരാ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ആ കല്ലിന്റെ പണി തുടങ്ങിയത് എവിടെ മുതലാ? അങ്ങ് ബത്ലഹേം മുതൽ ഗോൽഗോഥ വരെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെയും കൂടെ കടത്തി പറയാം, ഗദസമന മുതൽ ഗോൽഗോഥ വരെ. അതിലും കുറച്ചുകൂടെ നല്ലത് ആദ്യം പറഞ്ഞത് തന്നെയാണ്. അതങ്ങ് ബത്ലഹേം മുതൽ ഗോൽഗോഥ വരെ ആ കല്ലിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഏതെല്ലാം അനുഭവങ്ങളിലൂടെയാണ് കടത്തിവിട്ടത്. അങ്ങനെ വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയി ഒടുക്കം ആ കല്ലിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? മനോഹരമായ കല്ലെന്ന നിലയിലാണ് കാണുന്നത്. അപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്? അതായത് മൂലക്കല്ല് യേശുക്രിസ്തു, മൂലക്കൽ, അതായത് അസ്ഥിവാരത്തിലെ മൂലക്കല്ല് യേശുക്രിസ്തു. ആ അടിസ്ഥാനത്തിൽ മറ്റു കല്ലുകളും വരുമല്ലോ. മറ്റു കല്ലുകൾ ആരൊക്കെയാന്നാ വായിക്കുന്നത്? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ. ഈ 5 വിധ ശുശ്രൂഷകരെയൊക്കെ അടിക്കല്ലുകളിലാണ് നമ്മൾ കാണുന്നത്. അവരെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാം. അതിന് മുകളിലേക്ക് മറ്റു വിശുദ്ധന്മാർ, 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ അതിന് മുകളിലേക്ക് വരും അല്ലേ? ഈ മനോഹരമായ സൗധത്തിന്റെ പണി, പുതിയ യെരൂശലേമിന്റെ പണിയാണ്. അതിന് മുകളിലേക്ക് 1-ാം നൂറ്റാണ്ടിലെ കല്ലുകൾ വരും. 1-ാം നൂറ്റാണ്ടിലെ എല്ലാ കല്ലും അതിന് മുകളിലേക്ക് എടുത്ത് വെക്കുവോ? അത് വലിയ ചോദ്യങ്ങളാണ്. ഈ പറയപ്പെട്ട നിലയിലേക്ക് മൂലക്കല്ലിന്റെ സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് വന്ന കല്ലുകളെല്ലാം ചേർന്നിരിക്കും. ഇപ്പൊ എങ്ങനെയുണ്ട്? നേരത്തെ കറ്റയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈസി ആയിട്ട് ചിന്തിച്ചു പോയി. അങ്ങനെ ചിന്തിക്കണ്ട. മൂലക്കല്ല് എന്ത് സ്റ്റാൻഡേർഡിലാണോ അതിന്റെ പ്രഭയുണ്ട്. ഈ മൂലക്കല്ലിനൊരു പ്രഭയുണ്ട്, ഒരു ശോഭയുണ്ട്. ആ സെയിം ശോഭയിൽ നിൽക്കുന്ന കല്ലുകൾ അതിനോട് ചേർന്നിരിക്കും. അപ്പോസ്തലന്മാർ അതുപോലെ തന്നെ അവൻ നടന്ന വഴിയിലൂടെ നടന്ന് ഒരുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അതെല്ലാം ചേർന്നിരിക്കും. അതേ നിലയിൽ അപ്പോസ്തോലിക ഉപദേശം കൈക്കൊണ്ട് അപ്പോസ്തലന്മാരോട് കൂട്ടായ്മ ആചരിച്ച് അതേ നിലയിൽ നടന്ന 1-ാം നൂറ്റാണ്ടിലെ എല്ലാവരും ആ കൂടെ ഉണ്ടാവും. അകലം വിട്ട് നടന്നവരും അന്ന് കാണില്ലേ? അകലം വിട്ട് നടന്നവരും അന്നും കാണുമോ ഇല്ലയോ? ഉണ്ടെന്നുള്ളത് ഉറപ്പല്ലേ? അത് കൊള്ളാം. 1-ാം നൂറ്റാണ്ടില് സുവിശേഷം കേട്ടവരെല്ലാം രക്തസാക്ഷിയായി എന്നൊന്നും ചിന്തിക്കേണ്ട. പിന്മാറിപ്പോയ ആൾക്കാരും ഉണ്ട്. അതിന്റെ പിന്മാറിപ്പോയി എന്നുള്ളതിന്റെ പേരിലല്ലേ എബ്രായ ലേഖനം തന്നെ നമ്മുടെ മുമ്പിലുള്ളത്. അവിടെ എന്തെന്നാ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്? 10:39, 10:39, 40 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് അല്ലെ? 10-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെ വിശ്വസിച്ച്. 2 കൂട്ടരുണ്ട് അവിടെ. ഒരു കൂട്ടര് അതായത് ഒരു കൂട്ടര്
വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവർ അവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. മറ്റൊരു കൂട്ടര് അവിശ്വാസം എറിഞ്ഞു കളഞ്ഞ് പിന്മാറ്റത്തിലേക്ക് പോകുന്നു. നാശമൊക്കെ പിന്നത്തെ കാര്യമാണ് കേട്ടോ, നാശത്തെ കയറി പിടിക്കണ്ട. അവരെങ്ങോട്ട് പോയി? പിന്മാറ്റത്തിലേക്ക് പോയി. ഈ പിന്മാറിപ്പോയവൻ പിന്നെ എങ്ങോട്ട് പോകും? പിന്നെ എന്ത് ഭവിക്കും? അവന് നാശം ഭവിക്കും. എന്ത് നാശമാ? നിത്യനാശം. പിന്നെ അവിടെ വേറെ വല്ല പരിപാടിയുണ്ടോ? കറക്കി കറക്കി കുളിപ്പിച്ചെടുക്കാൻ പറ്റുമോ? ഒരു കുളിപ്പിക്കലും പിന്നെ നടക്കില്ല. പിന്മാറിപ്പോയാൽ, എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലും ഇല്ലേ, പിന്മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനു വേണ്ടി വെച്ചിരിക്കുക? എല്ലാം വെട്ടിപ്പറക്കി എങ്ങോട്ടിടും? തീക്കകത്തേക്ക് ഇടുന്നല്ലേ വായിക്കുന്നത്. ഈ കാണായ മഞ്ഞുമഴയൊക്കെ കുടിച്ചിട്ട് ഹിതകരമായ സസ്യാദികളെ വിളയിപ്പിക്കാതെ കേട്ടോ, മറ്റേ സാധനത്തെ പൊങ്ങി വന്നു. ഏതാ? കുറച്ചു മുമ്പ് കണ്ട മുള്ളും ഞെരിഞ്ഞലും അതേ മുളപ്പിക്കുന്നുള്ളൂ ഇപ്പോൾ എല്ലായിടത്തും. ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ, ധനം വഞ്ചിക്കൂ. മൈ ഗോഡ്, എങ്ങനെയാ വായിച്ചത്? ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും. അതൊരു ഭയങ്കര സംഭവമായി പോയി. ഇത് പറഞ്ഞപ്പോൾ ഒരു വാക്യം എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. എവിടെയാന്നൊരു ക്ലിക്കാകത്തില്ല. ഒരു 5-6 വർഷം മുമ്പ് ആ വാക്യം പ്രസംഗിച്ചതാണ്. ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ എവിടെയോ ഈ സെയിം മുള്ളുമായി ബന്ധപ്പെട്ട, പോട്ടെ വിട്ടേക്കാം, സകല മുള്ളയിലും കയറി പിടിക്കേണ്ട ഉടക്കും അവിടെ ഇവിടെയൊക്കെ. മുള്ളിൻ്റെ കുഴപ്പം അത്, മുള്ള് ഉടക്കി പിടിക്കും നമ്മളെ. പോണ്ടെന്ന് പറയും. നമ്മൾ പോകാൻ ശ്രമിക്കും. അപ്പോൾ കുപ്പായത്തിൻ്റെ ഇവിടെ എന്ത് ചെയ്യും? കയറി ഉടക്കും. എന്താ ആ മുള്ളു പറയുന്നത്? പോണ്ടാന്നേ, തിരക്കിട്ട് എങ്ങോട്ടാ പോകുന്നതെന്നേ ചോദിക്കുന്നത്. അതാണ് ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വാഞ്ചനയും. നമ്മെ എവിടെ നിന്ന് കൊണ്ടുവന്നാ പറയാനായിട്ട് ഞാനിപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. അത് പറയാതെ ഇങ്ങനെയായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, ഞെരിഞ്ഞിൽ മുളപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? മുള്ളും പറക്കാരെയൊക്കെ ഇനിയും മുളപ്പിക്കണോ? അത് ഈ മുളച്ച് നിൽക്കുന്നത് എന്താണെന്നറിയോ? പലയിടങ്ങളിലും അതൊരു സമയത്ത് ഉഴുതുമറിച്ച് കളഞ്ഞില്ല. ഒരു സമയത്ത് എന്ത് ചെയ്യണമായിരുന്നു? ഉഴുതുമറിക്കുമ്പോൾ ഈ മുള്ളിൻ്റെയും പറക്കരയുടെയും ഒക്കെ വേരെന്ത് ചെയ്യും? പൊട്ടും, വേരുകൾ പൊട്ടും. അപ്പോൾ അതെല്ലാം പെറുക്കി കളയണം. കല്ലും മണ്ണും ഒക്കെ, മണ്ണ് കളയരുത്, കല്ലും മറ്റ് കട്ടത്തടി കഷ്ണവും അതും ഇതുമൊക്കെ അവിടെയുള്ള ഈ വിത്ത് വളരാൻ തടസ്സമായി കിടക്കുന്ന എന്തു, അങ്ങനെ പറഞ്ഞേക്കാം അല്ലേ? അവിടെ കുറേ ചപ്പും ചവറൊക്കെ വേറെ കിടപ്പുണ്ടെന്ന് വിചാരിച്ചോ? അതിനിടയ്ക്ക് വിത്ത് വിതയ്ക്കാൻ പറ്റുമോ? അപ്പോൾ അവിടെ തടസ്സമായി കിടക്കുന്ന എല്ലാ കാര്യങ്ങളും പുറത്ത് കളഞ്ഞ് നില ഒരുക്കണം, സജ്ജമാക്കണം. അവിടെയാണ് വിത്ത് കൊണ്ടുവരേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് നല്ല നിലയിൽ അങ്ങ് വളരും. ഇന്ന് നമ്മൾ ഇടയ്ക്ക് ചുമ്മാ ഉപവാസ പ്രാർത്ഥനയൊന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇടയ്ക്ക് ഉപവാസ പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല. തുടക്കം നന്നാവണം. തുടക്കം നന്നായാൽ പിന്നെ ഉണ്ടല്ലോ, ആരും ഒന്നും ചെയ്യണ്ട, വണ്ടി ഓടും, കാശ്മീർ വരെ ഓടും. ഇവിടെ നമ്മളൊരു ട്രെയിൻ കൊണ്ടുവന്നാൽ പാളത്തെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ പാളത്തേക്കടെ എന്ത് ചെയ്യും? കാശ്മീർ വരെ ഓടും. പാളമില്ലെങ്കിൽ ഓടാൻ പറ്റുമോ? ട്രെയിൻ ഓടൂല. പാളം പണിയണം, പാളത്തിലും ട്രെയിൻ കയറ്റണം. അപ്പോൾ തുടക്കം ക്ലിയർ ആകണം. സാരമില്ല, നമുക്ക് ചെറിയ തോതിൽ ഉഴുതു മറിച്ച് നോക്കാം അല്ലേ? ഇപ്പം 2 ദിവസം നമ്മൾ ചെറുതായിട്ട് ഉഴുതൊക്കെ നോക്കിയില്ലേ അല്ലേ? വിഷമം തോന്നിയില്ലേ? ഞാൻ എന്താ പറഞ്ഞു വന്നതെന്നറിയാമോ? ശരിക്കും ഞാനിന്ന് പറയാനുള്ള വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്, നിലമിനിങ്ങാന്ന് വരാത്തവരുണ്ട്. നമ്മളിവിടെ എന്താ കാട്ടിക്കൂട്ടിയെന്ന് അവരറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയായിരുന്നു. നമ്മൾ ഈ പഴയ നിയമത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളൊക്കെ പറയാൻ ഇടയായതൊരു ചോദ്യം വന്നതുകൊണ്ടാണ്. അല്ലെ നമ്മൾ ചാടിക്കയറി അങ്ങോട്ട് പോവായിരുന്നോ? അപ്പോൾ അങ്ങനെ മിനിങ്ങാന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ പിന്നെ ഇന്നലെ രാവിലെ വന്ന് അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് പോകേണ്ടി വന്നു. എന്തുകൊണ്ട് ഞങ്ങൾ പഴയ നിയമത്തിൽ പോയി? അപ്പോൾ അതാണ് ഈ റോമർ 15:4 എഴുതിയിരിക്കുന്നത്. മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും ഉപദേശത്തിനായിട്ടാണ്, തിരുസഭയുടെ ഉപദേശത്തിനായിട്ടാണ് വിശുദ്ധ പ്രവാചകന്മാരാൽ എഴുതപ്പെട്ട ഈ പഴയ നിയമ ഭാഗങ്ങളെല്ലാം. വിശേഷാൽ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ, അതിൽ നിന്നൊക്കെ ആഴമേറിയ വെളിപ്പാടുകളാണ് നമുക്ക് ലഭിക്കേണ്ടത്. ആരെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ? ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടെന്ന് പറയുമ്പോൾ അതിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏതൊരു പഠനത്തിൻ്റെയും മറവിലിരിക്കുന്നത് സഭയാണ്. സഭയെക്കുറിച്ച് നമ്മൾ എന്ത് പഠിച്ചാലും അതിനകത്ത് ആര് മറഞ്ഞിരിപ്പുണ്ട്? ക്രിസ്തു മറഞ്ഞിരിപ്പുണ്ട്. അപ്പൊ ക്രിസ്തുവിനെ പഠിച്ചാലും സഭയെ പഠിച്ചാലും കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. അപ്പൊ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും നമ്മൾ മുന്നോട്ട് വരികയായിരുന്നു. അങ്ങനെ ഒരു വിളക്ക് നമ്മൾ മുൻപിൽ വെച്ചു.
ഉപദേശം സ്ഥാപിക്കാൻ വേണ്ടി പുതിയ നിയമ സഭ എന്ന് പറയുന്നത് ഒരു താലന്ത് തങ്കത്തിൽ അടിപ്പുപണിയായി പണിതെടുത്ത വിളക്ക്, ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിക്കണമെന്ന് പറഞ്ഞല്ലോ. അതിലേക്ക് തിരി ഇറക്കി വെക്കുന്ന കാര്യവും പറഞ്ഞു. ചോദ്യത്തിന്റെ ഉത്തരം വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറങ്ങിപ്പോയത്. നമ്മുടെ സഹോദരനോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ അതിലേക്ക് കറങ്ങിപ്പോയി. കറങ്ങി ഞാൻ അവിടെ തന്നെ തിരിച്ചു വന്നു. തിരി എണ്ണയ്ക്കകത്ത് എന്ത് ചെയ്യണം? മുങ്ങിക്കിടക്കണം. എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. നാം പരിശുദ്ധാത്മ നിറവിൽ മുങ്ങിക്കിടക്കണം. ഒരു അഗ്രം മാത്രം പുറത്തുള്ളൂ, അവിടെയാണ് തിരി കത്തുന്നത്. അങ്ങനെ കത്തിക്കഴിഞ്ഞാൽ ആ കത്തിയ പ്രകാശത്തിൽ മറ്റുള്ളവർ കാണുന്ന വിളക്കിനെയാണ്. അപ്പോൾ വിളക്കുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ പലതും പറഞ്ഞു ഇന്നലെ വൈകിട്ടും ഇതൊക്കെയായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞല്ലോ നമ്മൾ, അല്ലേ? ഇന്നലെ വൈകിട്ട് എന്താ പറഞ്ഞേ? കണ്ടമാനം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വിളക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് നമ്മൾ ഇന്നലെ ഈ പുതിയ നിയമ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരികയായിരുന്നു. അതായത് ഇത്ര ഗഹനമായ കാര്യങ്ങളാണ് ഇന്നലെയും മിനിഞ്ഞാന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ തുറന്നു തന്നത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഈ ദേശത്ത് ഒരു കൊയ്ത്തുണ്ട്. അങ്ങനെ കൊയ്ത്തുണ്ട് എന്ന് പറയുമ്പോൾ കൊയ്ത് കൊണ്ടുവരുന്ന ആളുകളെ വിളക്കാക്കണം, അതാണ് ഉത്തരവാദിത്വം എന്നുള്ളതാണ് പറഞ്ഞത്, അല്ലേ? ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. കൂടാരത്തിൽ ദൈവമഹത്വം ഇറങ്ങുന്നതും ആരാധനയുമായി ബന്ധപ്പെട്ടതും യാഗം ദൈവം സ്വീകരിക്കുന്നതും ഒക്കെ പറഞ്ഞു. അങ്ങനെ പലതും പറഞ്ഞു പോയിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ വന്നത്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യരായി, വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യരായി. അതും പറഞ്ഞിട്ട് താഴെ എന്താ വായിച്ചത്? പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അങ്ങനെ ഈ ദേശത്ത് ആരെങ്കിലുമൊക്കെ സ്വതന്ത്രരായാൽ, സ്വതന്ത്രരാക്കുന്ന ആരാ? അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്ന ആരാ? കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അങ്ങനെ സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന ആളുകൾ നമ്മുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ എന്താക്കി മാറ്റണം? അവരെ ഒരു വിളക്കാക്കി മാറ്റണ്ടേ? അവരെ ഒരു തിരിയാക്കി മാറ്റണ്ടേ? അവരിലൂടെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ പുറത്തു വരണ്ടേ? അല്ലാതെ ഓർഗൻ വെച്ച് അടിച്ച് കയറ്റിയല്ല ആത്മാവിനെ കൊടുക്കുന്നത്. ഇവിടെ ആ സാധനം ഇല്ലാത്തതുകൊണ്ട് സ്വോത്രം തൽക്കാലം ഒരെണ്ണം നിങ്ങൾ പിരിവിട്ട് മേടിക്കണം കേട്ടോ. അതിൻ്റെ ആഴങ്ങൾ പഠിക്കണം. പഴയ നിയമ ആരാധന പുതിയ നിയമ ആരാധന ചേർത്ത് വെച്ച് പഠിക്കണം. പഴയ നിയമ ആരാധനയെക്കുറിച്ച് വലിയ പങ്കിന് ഗ്രാഹ്യമില്ല. ഈ അടുത്ത കാലത്തുണ്ടായ പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പല പാസ്റ്റർമാരുടെയും എഴുത്തുകൾ, പ്രസംഗങ്ങൾ പലതും ശ്രദ്ധിച്ചപ്പോൾ ഈ വിഷയത്തിൽ വേണ്ട കത്തലില്ലെന്ന് മനസ്സിലായി. ബഹുഭൂരിപക്ഷം പേരും ചിന്തിക്കുന്നത് പഴയ നിയമ ആരാധന എന്ന് പറയുന്നത് യെരുശലേം ദൈവാലയത്തിലോ സമാഗമന കൂടാരത്തിലോ അതിന് മുൻപിലിരിക്കുന്ന യാഗപീഠത്തിൽ അർപ്പിക്കുന്ന യാഗമാണ് ആരാധന എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. വലിയ പങ്ക് ശുശ്രൂഷകരും വലിയ സെമിനാരി അധ്യാപകർ പോലും അങ്ങനെ ചിന്തിക്കുന്നത്. അത് അതിനു മുമ്പുള്ള കാലമാണ്. മനസാക്ഷി യുഗത്തിലാണ് ദൈവസന്നിധിയിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബും മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നത്? യാഗം അർപ്പിക്കുന്നത്. അന്ന് ആരാധനയ്ക്കുള്ള ചട്ടവും പ്രമാണവും വന്നില്ല. റോമാലേഖനം 9:4, എബ്രായ ലേഖനം 9:1 ഒക്കെ എഴുതിയിട്ടുണ്ട്. ആരാധനയെക്കുറിച്ചുള്ള നിയതമായ വ്യവസ്ഥകളെല്ലാം കൊടുത്തത് ഇസ്രായേലിനാണ്, ഹോരേബിൽ വെച്ച്. അങ്ങനെ വ്യവസ്ഥകൾ ലഭിക്കപ്പെട്ടതിന് ശേഷമാണ് ഇസ്രായേൽ ദൈവത്തെ ആരാധിക്കാൻ ആരംഭിച്ചത്. ഇസ്രായേൽ ദൈവത്തെ ആരാധിക്കാൻ ആരംഭിച്ചത് എവിടെയാ? ഹോരേബിന് ശേഷമാണ്. അപ്പൊ ചെങ്കടൽ കടന്നപ്പോൾ മിരിയാം എന്ത് ചെയ്തു? തപ്പെടുത്ത് എന്ത് ചെയ്തു? അമ്മച്ചി എന്നാ പറഞ്ഞേ? തപ്പെടുത്ത് മിരിയാം തപ്പെടുത്ത് പാട്ട് പാടി, അത്രയേ ഉള്ളൂ. ചെങ്കടൽ കടന്നപ്പോൾ എന്ത് ചെയ്തു? ചെങ്കടൽ കടന്നപ്പോൾ പാട്ട് പാടി, അതൊരു സന്തോഷത്തിൽ നിന്ന് പാടിയതാ, കുഴപ്പമില്ല. പക്ഷെ ഇസ്രായേൽ ആരാധിച്ചത് എവിടെയാ? കേട്ടോ, ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഇതൊക്കെ കൊച്ചു കൊച്ചു കാര്യമാണ്. പക്ഷെ കൊച്ചാണോ? അങ്ങനെ തീരെ കൊച്ചുമല്ല, വലുതാ. ഇങ്ങനെ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഈ പ്രസംഗം മാറിപ്പോവും. പല കേമന്മാരും എന്നോട് ചോദിക്കാറുണ്ട്, എന്താ പാസ്റ്ററെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പോയെന്നൊക്കെ ചോദിക്കും. അവരറിയുന്നുണ്ടോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ലെന്ന്? പാസ്റ്റർ എന്താ അങ്ങോട്ട് പോയേ? പാസ്റ്റർ കാലടിക്കല്ലേ പോകാനിരുന്നത്? പാസ്റ്റർ എന്തിനാ അങ്കമാലിക്ക് പോയെന്നാണ് ചോദിക്കുന്നത്. അങ്കമാലിക്ക് എന്നെ ആൾക്കാർ വലിച്ചോണ്ട് പോവുക. ഒരു ചോദ്യം ചോദിച്ചപ്പോൾ കൃത്യമായി ഉത്തരം വന്നാൽ അതങ്ങ് അവിടെ തീരും, നമ്മളങ്ങ് പോകും. തീരാതെ വരുമ്പോൾ നമ്മളവിടെ നിൽക്കും. അപ്പം പിന്നെ അതേ പിടിച്ച് കയറും. അതല്ലാത്ത ഈ പലർക്കും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രസംഗിക്കുന്നത്, ഒരു ഉപവാസ പ്രാർത്ഥനയും വന്ന് പ്രസംഗിക്കുന്നത് തമ്മിലൊരു വ്യത്യാസം. ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പറയാണ്.
പീലാത്തോസിനെ കുറിച്ച് പ്രസംഗിക്കാൻ പറയാണ്. അരമണിക്കൂർ സമയം തന്നിരിക്കുക. അപ്പോൾ പീലാത്തോസിന്റെ അപ്പൻ ആരാ അമ്മ ആരാന്നൊക്കെ നമ്മൾ അന്വേഷിക്കും. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പീലാത്തോസിന് 10 മക്കളുണ്ടെന്നോ 2 മക്കളുണ്ടെന്നോ ഒക്കെ പറഞ്ഞങ്ങ് നിർത്തും. അത് അത്രയും മതി കാര്യങ്ങൾ. ഇതല്ല, ഇത് വിശുദ്ധന്മാരുടെ നടുവിൽ അവരെ പണിയണം, അവരെ ഒരുക്കണം, അവരെ വചനത്തിൽ സമ്പന്നരാക്കണം, അവരെ വിശ്വാസത്തിൽ തികവുള്ളവരാക്കണം. അപ്പൊ ഏതേതെല്ലാം മേഖലയിലാണ് അവർ വീക്കായിരിക്കുന്നത്, ഏതേതെല്ലാം മേഖലകളിലാണ് അവരുടെ ജ്ഞാനം കുറവ്, അറിവ് കുറവ്, ഗ്രഹിച്ചിട്ടില്ലാത്തത് എന്നൊക്കെ മനസ്സിലായാൽ അപ്പോൾ അവിടെ നിൽക്കണം. നിന്നിട്ട് ആ ഭാഗം എത്തിയേണ്ടി വരും. അല്ല, പോയിട്ട് വല്ല തിരക്കുണ്ടോ? അല്ല, എനിക്ക് പോകണമല്ലോ അല്ലേ. പോയിട്ട് തിരക്കുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ തിരക്കൊക്കെ പിടിക്കില്ലേ, പോയ അവിടം വരെ പോകും. ഇത് അറിഞ്ഞിട്ട് വേണ്ടേ പോവാൻ. ഇന്നലെ എന്താ നമ്മൾ പറഞ്ഞത്? ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഏറിയ രാജാക്കന്മാർക്കും പ്രവാചകന്മാർക്കും നീതിമാന്മാർക്കും മറഞ്ഞിരിക്കുകയായിരുന്നു. മറഞ്ഞിരിക്കുന്ന മർമ്മം അവർ കേൾക്കാൻ ആഗ്രഹിച്ചത്, അവർ കാണാൻ ആഗ്രഹിച്ചത് അവരുടെ കണ്ണ് കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങളോ കാണുന്നു, നിങ്ങൾ കേൾക്കുന്നു. നിങ്ങൾ ഭാഗ്യമുള്ളവരല്ലേ അല്ലേ? വെളിപ്പാടുകൾ തുറന്നൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു. സഭയെക്കുറിച്ച് ദൈവത്തിന് പലതും നമ്മെ അറിയിക്കാനുണ്ട്, വെളിപ്പെടുത്താനുണ്ട്. നമ്മുടെ ചെവി മന്ദമായി പോയതുകൊണ്ടാണ് പലതും വെളിപ്പെടാത്തത്. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ഈ കേട്ടതൊന്നുമല്ലെന്ന്, ഇതിനപ്പുറം ദൈവം വെളിപ്പെടുത്തും. ദൈവം തന്റെ ദാസന്മാരെ അയക്കും. ജനത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അയക്കാത്തത്. ജനത്തിന് താല്പര്യമില്ല. നമ്മുടെ കോട്ടയംകാരൻ തങ്കു ഇപ്പൊ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ ദൈവമേ, ഇവിടെ പോലീസ് എത്ര വണ്ടി വേണ്ടി വരും ട്രാഫിക് നിയന്ത്രിക്കാൻ? ഉള്ള പെണ്ണുങ്ങളെല്ലാം തൃശ്ശൂർ ജില്ലയിലെ സകല പെണ്ണുങ്ങൾ ഇവിടെ കൂടും. IPC, AG, ഷാരോനെല്ലാം ആദ്യം ഇടിച്ചു നിൽക്കും. ബാക്കി പെന്തിക്കോസൊക്കെ പിന്നെയാ വരുവുള്ളൂ. കാരണം എല്ലാം ഈ PC എന്നൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ടെങ്കിൽ ഉള്ളിൽ മുഴുവൻ എന്താ ഈ പുള്ളിയൊക്കെ ആയിട്ടാ കൂട്ടുകെട്ട്. ഈ പുള്ളിയുടെ പ്രസംഗം വീട്ടിൽ ഇരുന്ന് കേൾക്കുന്ന പല പുള്ളിക്കാരികളും. തിക്കും വെളിവൊന്നും ഇല്ലെന്നേ. അങ്ങനെയൊക്കെ പറഞ്ഞ വിഷമാവോ? നിങ്ങൾക്ക് വിഷമായ എനിക്ക് തന്നെ. നിങ്ങൾ വിഷമിക്കൂ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മൾ എന്താ പറഞ്ഞത്? മുന്നെഴുതിയിരിക്കുന്നൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട്, ഉപദേശം മറിക്കുന്നവനുമായിട്ട് കൂട്ടുകൂടരുതേ. ഉപദേശത്തിൽ നിലനിൽപ്പിന്നാണ് പഠിപ്പിക്കുന്നത്. ഉപദേശത്തിൽ നിലനിൽപ്പിൻ, ഉപദേശം മറിക്കരുത്. പെട്ടെന്നൊരു വാക്യം വായിച്ചേ, ലേവ്യ പുസ്തകം 22:9. ആകയാൽ അവർ എന്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി തങ്ങളുടെ മേൽ കോപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിക്കാൻ അവ പ്രമാണിക്കണം. ലേവ്യ പുസ്തകം 22:9, ലെവിറ്റിക്സ് 22:9. ഒന്നുകൂടെ വായിക്കുക. ആകയാൽ നിൽക്കട്ടെ. ആകയാൽ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. 22-ാം അധ്യായം തുടങ്ങുമ്പോൾ മഹാപുരോഹിതനായ അഹ്റോനോടും തൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരോടുമുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്. അതാണ് തുടങ്ങി വയ്ക്കുന്നത്. അങ്ങനെ പറഞ്ഞു വന്നിട്ടാണ് 9-ാം വാക്യത്തിൽ വരുമ്പോൾ ആകയാൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താ പറഞ്ഞത്? നിങ്ങളെൻ്റെ പ്രമാണങ്ങളെ എന്ത് ചെയ്യരുത്? നിസ്സാരമാക്കരുത്. നിങ്ങളെൻ്റെ പ്രമാണങ്ങളെ എന്ത് ചെയ്യരുത്? നിസ്സാരമാക്കരുത്. എന്നിട്ട് അത് നിസ്സാരമാക്കിയാൽ പാപം കടന്നു വരും. എന്നിട്ട് പാപം കടന്നു വന്ന വേറെ കഥയൊന്നുമില്ല. പിന്നത്തേത് ഈ മരണമാ കാത്തിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രമാണങ്ങളെ എന്ത് ചെയ്യരുത്? നിസ്സാരമാക്കരുത്. സദൃശ്യവാക്യങ്ങൾ 7:2 കൂടെ വായിച്ചേ. പ്രൊവേർബ്സ് ചാപ്റ്റർ 7:2. നീ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ കാത്തുകൊള്ളുക. നീ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും. ഉപദേശം ഗൗരവമുള്ളതാണ് കേട്ടോ. ഉപദേശം പ്രസംഗിക്കുന്ന എന്നെ കുറെ കേമന്മാര് വിളിക്കുന്നത് എന്താണെന്നറിയാവോ? പരീശന്ന്. അയ്യോ, ഞാനൊരു പരീശനാണോ? ഇപ്പം നമ്മുടെ സഹോദരൻ ഇന്നലെ ഒരാളെ പരിചയപ്പെട്ടു. ആ സ്ഥലത്തിൻ്റെ പേരെന്നാ? എഴുന്തിക്കരയോ? ഇളന്തിക്കര. അപ്പം അവിടെയുള്ള ആ ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഒരു മീറ്റിങ്ങിന് പോയ കാര്യം പറഞ്ഞപ്പോൾ ആരാ പ്രസംഗിക്കാൻ വന്നതെന്ന് ചോദിച്ചു. അത് ബാംഗ്ലൂരിലുള്ള ഇങ്ങനെ ഒരു പാസ്റ്ററാന്ന് പറഞ്ഞു. അയാൾ ഭയങ്കര കഠിനോപദേശകനല്ലേ ഇത്? പരീക്ഷനാന്ന് പറഞ്ഞോ? പുള്ളിക്ക് അറിയാൻ മേലാത്തതുകൊണ്ടാണ്. വേറെ കുറേ ആൾക്കാർ അങ്ങനെയും പറഞ്ഞോളെ. കാരണം ഇതെല്ലാം കൂടെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെല്ലാം എന്തായിട്ടാണ് തോന്നുന്നത്? പിന്നെ എങ്ങനെ ഡാൻസ് കളിക്കണോ? നമുക്ക് ഒരുമിച്ച് റോക്ക് ആൻഡ് റോൾ കളിക്കണോ? അതാണോ പുതിയ നിയമ ശുശ്രൂഷ?
നമ്മളൊരു മ്യൂസിക്കൊക്കെ വെച്ച് ലൈറ്റും പുകയൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടെ കിടന്ന് തലകുത്തി മറിയണം, അതാണോ? ഞാനങ്ങനെ തലകുത്തി മറിഞ്ഞ് നടന്നതാ, കൃപയാൽ രക്ഷിക്കപ്പെട്ട് വന്നതാ. ഇനി എനിക്ക് തലകുത്തി മറിയാൻ പറ്റില്ല. മറിഞ്ഞ് പോയാൽ എങ്ങോട്ട് പോകുന്നറിയാവോ? അയ്യോ, പോകാൻ പ്ലാനില്ല. പോകുന്ന ഉപദേശി അവൻ്റെ വെമ്പിളയൊക്കെ പോട്ടെ, തിരിച്ചു വരാൻ മനസ്സുള്ളവർ വരട്ടെ. ഉപദേശത്തിൽ നിലനിൽപ്പിൻ. നീ ജീവിച്ചിരിക്കേണ്ടതിന്, എങ്ങനെ ജീവിച്ചിരിക്കേണ്ടതിന്? നീ ആത്മീയമായി ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളും ഉപദേശത്തെയും കണ്ണിന്റെ കൃഷ്ണമണി പോലെ. സംഭവം മനസ്സിലായില്ലേ? ആ സാധനം എന്നതാന്ന്, അതിനെന്ത് വിലയുണ്ടെന്ന് അറിയാവോ? ഈ ശരീരത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള അവയവം ഏതാ? കണ്ണാണ്. അതിലേറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ് കണ്ണിന്റെ കൃഷ്ണമണി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? നമ്മൾ സൂക്ഷിക്കൊന്നും വേണ്ട, കൺപോള തന്നെ അതിനെ എന്ത് ചെയ്തോളൂ, സൂക്ഷിക്കും. എന്നാലും നമ്മൾ കണ്ണിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. മറ്റു കാര്യം പോലെയാണോ? കാല് പോയി എവിടെയെങ്കിലും തട്ടുന്ന പോലെയാണോ കണ്ണിന്റെ കാര്യത്തിൽ? അയ്യോ, കണ്ണിന്റെ കാര്യത്തിൽ പെട്ടെന്ന് നമ്മൾ കൈ കൊണ്ടുവരും. അവിടെ കണ്ണിനെ നമ്മൾ സൂക്ഷിക്കും. അത്ര സൂക്ഷ്മതയോടെയാണ് കണ്ണിന്റെ കാര്യം നമ്മൾ നോക്കുന്നതെങ്കിൽ നീ എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെയും എന്ത് ചെയ്യുക? സൂക്ഷിക്കണം. കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈ ഉപദേശത്തെയും കൽപ്പനകളെയൊക്കെ ഗൗരവമാക്കണം. ഇത് നീ നിസ്സാരമായി കാണരുത്. ഇതൊരിക്കലും എന്ത് ചെയ്യരുത്? നിസ്സാരമായി കാണരുത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതും ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ നിൽക്കുന്നത്, ഇടയ്ക്ക് അങ്ങനെ പറയുന്നത്, ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ നടുവിൽ അവരുടെ ആരാധന എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞോ? പറഞ്ഞില്ല. അവരെവിടെ ആരാധിക്കുന്നത്? മിരിയാം തപ്പെടുത്ത് എന്ത് ചെയ്തു? പാട്ടുപാടി. പാട്ടാണോ ആരാധന? അപ്പോൾ പിന്നെ ആരാധന അവരെവിടെ ആരാധന കഴിച്ചത്? അവർ ഹോരേബിൽ ആരാധന കഴിച്ചതെന്ന് കൂടെ ഞാൻ പറഞ്ഞു. എന്നാൽ കുറച്ചും കൂടെ തെളിച്ചു പറ, ഹോരേബിൽ എങ്ങനെയാണ് അവർ ആരാധിച്ചത്? അവരവിടെ യാഗം അർപ്പിച്ചു, അതാണോ ആരാധന? പിന്നെ എന്താ? ഇങ്ങനെ കടന്ന് ചിന്തിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ആരാധനയിൽ ആനന്ദിക്കുന്നത്. നമ്മുടെ ആരാധനയിൽ വെറും ശബ്ദം മാത്രമായി അവസാനിക്കുന്നതിൻ്റെ കാരണം എന്താ? നമുക്ക് കാര്യം ഗ്രഹിക്കാൻ പറ്റുന്നില്ല വേണ്ട വിധത്തിൽ. എന്താ സംഭവിച്ചതെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല. എന്തോ സംഭവിച്ചല്ലോ, വെറുതെ വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ പോവുക, അവിടെ മുങ്ങിക്കിടക്കുക. ചിരജീവനുണ്ട്, ആരാണ്ട് പൊക്കി എടുത്തോണ്ട് വന്ന് ആശുപത്രി കൊണ്ടുവന്ന് വെള്ളമൊക്കെ കളഞ്ഞ ആളെ മിടുക്കനാക്കി. എന്താ സംഭവിച്ചെന്ന് പുള്ളിക്ക് പിടിയില്ല. ആ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ രക്ഷിച്ചുകൊണ്ട് വന്നവനെ കാണുകയാണെങ്കിൽ ഈ മനുഷ്യനെ എങ്ങനെയായിരിക്കും നോക്കുന്നത്? ശരിക്കും തൻ്റെ രക്ഷകനല്ലായിരുന്നോ? 5 മിനിറ്റോടെ കഴിഞ്ഞായിരുന്നെങ്കിൽ തീർന്നു പോയാൽ. അവിടെ നിന്നാണ് അതിൽ പോയൊരു മനുഷ്യൻ കണ്ടിട്ട് പൊക്കി എടുത്തുകൊണ്ട് വന്നത്. ഇപ്പോൾ നമ്മൾ ജീവനോടിരിക്കുക. അതിന് കാരണഭൂതനായ ഒരുവനെ കുറിച്ച് ആരോ നേഴ്സുമാർ പറഞ്ഞറിഞ്ഞു. അപ്പോൾ അയാൾ മുൻപിൽ വരികയാണെങ്കിൽ ഉണ്ടാകുന്ന ആനന്ദവും സന്തോഷം എന്തായിരിക്കും? ഇതുപോലെയൊക്കെ തന്നെയാണ് പല കാര്യങ്ങളും. നമ്മൾ ഇന്നലകളിൽ ആരായിരുന്നു എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. ഇന്നലകളിൽ പാപത്തിൻ്റെ വടുകുഴി കിടന്ന മനുഷ്യർ ആ നമ്മെ കൃപയാൽ അവിടെ നിന്ന് ഉദ്ധരിച്ച് ഈ മഹത്വമുള്ള അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ ഇസ്രായേൽ പൗരതയോടൊരു ബന്ധമുള്ളവരല്ലായിരുന്നു. ആരാധനയും ചട്ടങ്ങളും പ്രമാണങ്ങളും ഒന്നും ഇല്ലാത്തവരായിരുന്നു. തോന്നിയതുപോലെ ജീവിച്ച മനുഷ്യരാണ്. ആ നമ്മെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആരാധനയും അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും എല്ലാം കൊടുത്തത് ആർക്കാ? ഇസ്രായേലിനാണ്. അവർ ദൈവത്തെ ആരാധിക്കാൻ ദൈവസന്നിധി കടന്നു വരുമ്പോൾ അവരുടെ പുരോഹിതന്മാർ പ്രാകാരത്തിൽ യാഗമൃഗത്തെ അറുത്തുകൊണ്ട് യാഗം നടത്തി യാഗരക്തവുമായി വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വന്ന് തിരശ്ശീലയുടെ ചോട്ടിൽ രക്തം 7 പ്രാവശ്യം തളിക്കും. തദനന്തരം അവിടെ ഇരിക്കുന്ന ധൂപപീഠത്തിൽ ധൂപം അർപ്പിക്കും. പഴയ നിയമത്തിൽ ഏറ്റവും സീരിയസ് ആയ കാര്യമാണ് ധൂപം. കത്തോലിക്ക പള്ളിയിൽ ഈ ഓർത്തഡോക്സ് യാക്കോബായ പള്ളികളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ധൂപം വീശുന്നത്? അവരതിന് വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അവർക്ക് ആത്മീയ അർത്ഥം അറിയില്ലെന്നേ ഉള്ളൂ. എന്തോ ഉണ്ടെന്ന് തോന്നിയിട്ടാണ് ഇട്ട് വീശിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഇതിലെന്തോ ഗൗരവമുണ്ട്. അതുകൊണ്ട് അവർ വീശിക്കൊണ്ടിരിക്കുന്നു. പാവം പിടിച്ച് പുള്ളികൾക്കൊന്നും മനസ്സിലായിട്ടില്ല കാര്യങ്ങൾ, കണ്ണു തുറന്നിട്ടില്ല. ഈ അടുത്തിടയ്ക്ക് ഒരു ഓർത്തഡോക്സിലെ അച്ഛനുമായിട്ട് ഒരു 5-6 മാസം നമ്മൾ സംസാരിക്കാനിടയായി. നല്ല മനുഷ്യനാണ്. ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തിലാണ് സംസാരിച്ചു പോയത്. പുള്ളി ചോദിക്കുന്ന ചോദ്യമല്ല LKG ചോദ്യമാണ്. എന്ത് ചെയ്യാം? LKG ആണെങ്കിലും അദ്ദേഹം കോർ എപ്പിസ്കോപ്പയാ കേട്ടോ. ചെറിയ കേസല്ല, കോർ എപ്പിസ്കോപ്പയാ. അപ്പോൾ കോർ എപ്പിസ്കോപ്പ പറയുന്ന കാര്യങ്ങൾ നമ്മളതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്. വേണമെങ്കിൽ കേൾക്കാത്തവർക്കുണ്ടെങ്കിൽ. അച്ഛനും കൊച്ചച്ഛനും, ഞാനും ഒരു കൊച്ചച്ഛനല്ലേ, താടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അച്ഛനും കൊച്ചച്ഛനും സംസാരിച്ച പ്രസംഗങ്ങളൊക്കെ അതിനകത്തുണ്ട്. പുള്ളി അങ്ങനെ തീരെ LKG ഒന്നും അല്ല ചോദിച്ചത്. ചിലതൊക്കെ ഉള്ളൂ LKG. ചിലതൊക്കെ മർമ്മത്തടിക്കുന്ന ചോദ്യങ്ങളാണ്.
പക്ഷെ തിരിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല ഉത്തരം തിരിച്ചു പറയാൻ. തിരിച്ചു ഉത്തരങ്ങളുണ്ടതേ നമുക്ക്. അതെന്താ ഇതെന്താന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനെല്ലാം ഉത്തരം നമ്മൾ കൊടുത്തു. അപ്പോൾ ധൂപം ഗൗരവമുള്ള കാര്യമാണ്. ധൂപത്തെക്കുറിച്ച് പറയുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ പുള്ളികൾ ധൂപം വീശുന്നതിനകത്ത് ധൂപക്കുറ്റിക്കകത്ത് എന്നതാ ഇട്ട് വീശുന്നത്? കുന്തിരിക്കം ഇട്ട് വീശുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്. കുന്തിരിക്കും അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ധൂപത്തിനകത്ത് എന്തെല്ലാം വരുന്നതെന്ന് അറിയാവോ? ആർക്കറിയാം? ധൂപം പുറപ്പാട് ദിവസം 30:34 വായിക്കണ്ട, നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പം എടുത്ത് തുറക്കുകയും വേണ്ട, കേട്ടാൽ മതി. ഞാനങ്ങ് പറയുക. ഇപ്പം ധൂപം വീശാൻ എനിക്ക് സമയമില്ല. അവിടെ എഴുതിയിരിക്കുന്ന നറുംപശ, ഗുൽഗുലു, ഹൽബാനപ്പശ, നിർമ്മല, സാമ്പ്രാണി ചേർത്ത് ഉപ്പും ചേർത്ത് ഈ 5 കൂട്ടം കാര്യം നേർമയായി പൊടിച്ച് ധൂപപീഠത്തിൽ കൊണ്ടുവരണം. ആ പൊടിച്ചെടുത്ത സാധനം തന്നെ ധൂപ കുറ്റിക്കകത്ത് ഇട്ടുകൊണ്ട് ആണ്ടിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്ത് വരണം. ധൂപ കലശത്തിൽ. അതിനെന്തെന്നാ പറയുന്നത്? ധൂപ കലശം. ദിവസേന ആ വിളക്ക് തുടയ്ക്കുമ്പോൾ വിളക്ക് തുടച്ച് അതിനകത്ത് എണ്ണയൊഴിച്ച് അത് കത്തിക്കുന്ന സമയമുണ്ട്. അത് മഹാപുരോഹിതന്റെ ഉത്തരവാദിത്വമാണ്. ആ സമയത്തും വിളക്കുമായി ബന്ധപ്പെട്ട് വിളക്കിന്റെ പ്രത്യേകത ഇന്നലെ നമ്മളൊരു വാക്യം വായിച്ചു. വിളക്ക് സന്ധ്യ മുതൽ എപ്പോ വരെ കത്തണം? സന്ധ്യ മുതൽ പ്രഭാതം വരെ കത്തണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? സന്ധ്യ മുതൽ പ്രഭാതം വരെ വിളക്ക് കത്തി നിൽക്കണം. അതിന്റെ ആത്മീയ അർത്ഥം എന്താ? വിളക്ക് സന്ധ്യ മുതൽ പ്രഭാതം വരെ കത്തണം. അതിന്റെ അർത്ഥം എന്താന്ന് ആദ്യമൊക്കെ പാത്രിയർക്കീസിനോട് ചോദിച്ചാൽ പുള്ളി പറയാം, എൻ്റെ മോനെ എനിക്കൊന്നും അറിയില്ല. വാ വിളിക്കും പുള്ളി. വീശാൻ അറിയാമെന്ന് പറയും. അല്ലാതെ പുള്ളിക്കൊല്ലും അറിയാവോ? പാവം മനുഷ്യനാ. സന്ധ്യ മുതൽ പ്രഭാതം വരെ അർത്ഥം അറിയാവോ ആരെങ്കിലും? സന്ധ്യയുടെ പ്രാധാന്യം എന്താ? സന്ധ്യ എന്ന് പറയുമ്പോൾ പല കാര്യം ഓർമ്മയിലേക്ക് വരണം. സന്ധ്യ എന്ന് പറയുമ്പോൾ നമ്മൾ വചനം പഠിച്ചിട്ടുള്ളവരല്ലേ? സന്ധ്യ. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത് എപ്പോഴാണ്? ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, മിസ്രൈം എന്ന് പറഞ്ഞാൽ ഈജിപ്താണ്. മാറിപ്പോരുത്, ഈജിപ്ത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ മിസ്രൈം എന്ന് തന്നെ പറയും, പിടിച്ചോണ്ട് അതേ കയറി. ഓർത്ത ഈജിപ്ത് എന്ന് പറഞ്ഞോളാം. അപ്പൊ എങ്ങനെ പറഞ്ഞേ? ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടത് എപ്പോഴാ? പാതിരാത്രിയോ? ഇത്രയും കാലം നമ്മൾ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. പെസഹ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ളിലേക്ക് വരേണ്ടത് എന്താ? സന്ധ്യാസമയത്താണ് യഹോവയുടെ പെസഹ. ഇതൊക്കെ നമ്മൾ വിശദമായി പെസഹയെ കുറിച്ചൊക്കെ പ്രസംഗിച്ച പ്രസംഗങ്ങൾ ഇവിടെ കിടക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ കേൾക്കാൻ ടാക്സ് ഒന്നും അടയ്ക്കണ്ട, ഒരു വെള്ളി രൂപ പോലും തരണ്ട. കേട്ട് പഠിച്ചോ. പെസഹ ഏറ്റവും ഗൗരവമായ വിഷയമാണ്. പെസഹ ഇവിടുത്തെ കത്തോലിക്കരും യാക്കോബക്കാരനും ഏതാണ്ട് കറക്കി കുറുക്കി ഒരു അപ്പം ഉണ്ടാക്കി തിന്നിട്ട് കള്ളും കുടിച്ച് ഊത്താടി തുണി അഴിച്ച് തലയെ കെട്ടി എല്ലാം കിടക്കുക. പെസഹ എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരേണ്ടത്? പെസഹായിൽ എന്താ സംഭവിച്ചത്? പെസഹ എന്ന് പറയുമ്പോൾ എന്താ? ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയുടെ ഉള്ളില്, പെന്തിക്കോസുകാരന്റെയോ കത്തോലിക്കന്റെയോ യാക്കോബക്കാരന്റെയോ അല്ല പറഞ്ഞത്, ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ എന്താ ഓർമ്മ വരേണ്ടത്? ഒരു മരണമാണ്. മരണം. പെസഹ എന്ന് പറഞ്ഞാൽ എന്താ? പാസ് ഓവർ, കടന്നു പോക്കുന്നാണ്. എന്ന് വെച്ചാൽ അവിടെ എന്താ സംഭവിച്ചത്? ഒരു മരണം. സംഹാരകൻ കടന്നുപോയ രാത്രി ഒരു മരണമാണ് സംഭവിച്ചത്. പൗലോസ് അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അന്ന് സന്ധ്യാസമയത്താണ് പെസഹ നടന്നത്. അപ്പൊ സന്ധ്യാസമയത്താണ് യഹൂദന്റെ പെസഹ. സന്ധ്യാസമയത്താണ് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോരുകയാണ്. അപ്പോൾ സന്ധ്യ മനസ്സിലായില്ലേ? സന്ധ്യയിൽ നിന്ന് അവർ പുറപ്പെട്ടു. മിസ്രൈമിൽ മുഴുവനും ആ സന്ധ്യ കഴിഞ്ഞാൽ മിസ്രൈമിൽ എന്തായി? ആ സന്ധ്യയ്ക്ക് ശേഷം മിസ്രൈമിൽ ഇരുട്ടാണ്. പക്ഷെ ഇസ്രായേൽ ജനം അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നു. അപ്പൊ സന്ധ്യ എന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യൻ പുറത്തേക്ക് വന്ന ആ സെക്കൻഡ് മുതൽ സന്ധ്യ ആരംഭിച്ചു. ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യൻ പുറത്തേക്ക് വന്ന അവിടെ മുതൽ സന്ധ്യ ആരംഭിച്ചു. നാം എല്ലാം ഇപ്പൊ സന്ധ്യയിലാണ്. ഈ സന്ധ്യ എന്ന് വെച്ചാൽ ഇരുട്ടിന്റെ അനുഭവമാണ് ഇപ്പോഴും. ഈ മുഴു ലോകത്തും ഇപ്പൊ എന്താ ഉള്ളത്? ഇരുട്ടാണ്. ഈ ലോകം മുഴുവൻ ഇരുട്ടാണ്. നമ്മൾ ഇരുട്ടിൽ നിന്ന് എവിടെ വന്നു? അത് ആത്മീയമായിട്ടാണ്. നമ്മൾ ആത്മീയമായി കുറച്ച് ആൾക്കാർ എവിടെ വന്നിട്ടുണ്ട്? അവരെയാണ് സഭയെന്ന് വിളിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, അവരാണ് ദൈവസഭയുടെ ഭാഗം. അവരെവിടെ വന്നു? വെളിച്ചത്തിന്റെ രാജ്യത്തിൽ വന്നു. പക്ഷെ ഈ ഇപ്പോഴത്തെ ലോകരാജ്യത്തിന്റെ ക്രമം എങ്ങനെയാണ്? ഇപ്പൊ മുഴു ലോകത്തും നിയന്ത്രണം എങ്ങനെയാ? ഇരുട്ടിന്റെ നിയന്ത്രണമാണ്. ഇരുട്ടാണ് ഇപ്പോ. സന്ധ്യ അങ്ങനെ കൂട്ടിക്കോ. ഇപ്പോ ആ സന്ധ്യയിൽ തന്നെയാണ്.
സന്ധ്യാസമയത്തൊരു പെസഹ സംഭവിച്ചു നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിനെ എന്നാണോ കണ്ടെത്തിയേ അന്ന് ഒരു പെസഹയാണ് സംഭവിക്കുന്നത്. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നമ്മൾ എന്ന് സ്വീകരിച്ചോ ആ സെക്കൻഡിൽ നമ്മുടെ ജീവിതത്തിൽ പെസഹ സംഭവിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ആണ്ടോടാണ്ട് പെസഹയുടെ അപ്പം ചുട്ട് ഏതാണ്ട് കറക്കി കുറുക്കിയൊക്കെ കുടിച്ചിട്ട് പിന്നെ മറ്റേ ചുവന്ന വെള്ളമൊക്കെ കുടിച്ച് അടിച്ച് തലകുത്തി കിടക്കാത്തത്, കിറുക്കി പിടിച്ച് ഭ്രാന്തന്മാരെ പോലെ. നിങ്ങളുടെ ജില്ലയെക്കുറിച്ച് എനിക്ക് മോശമായിട്ടൊരു അഭിപ്രായം കൂടെ ഉണ്ട് കേട്ടോ. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് പെണ്ണുങ്ങൾ കള്ളു കുടിക്കുന്നത്, വേറെ ഒരു ജില്ലയിലും കുടിക്കില്ല. പിന്നെ പാലായി കുടിക്കുമെന്നൊരു ചെറിയ സംശയമുണ്ട്. പാലായിൽ, തൃശ്ശൂർ കഴിഞ്ഞ പാലായിൽ അമ്മിച്ചിയൊക്കെ ഇരുന്ന് കുടിക്കണ കാണണം. എന്നിട്ട് മക്കളത് യൂട്യൂബിൽ കൊണ്ട് ഇട്ടേക്കുക, അമ്മിച്ചി ഇരുന്ന് കുടിക്കുന്നത്. അമ്മിച്ചി കൈ വറച്ച് ഇങ്ങനെ കുടിക്കുക. സ്വർഗത്തിലേക്ക് കയറ്റി വിടുമെന്നാണ് പറയുന്നത്. ശരിയാക്കി തരാം. അപ്പോൾ എന്താ പറഞ്ഞത്? മനുഷ്യൻ തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്ന അവിടെ മുതൽ സന്ധ്യ ആരംഭിച്ചു. അവൻ്റെ ജീവിതത്തിൽ ഇരുട്ട് കടന്നു വന്നു, പാപം കയറി. നിയന്ത്രണം ഇപ്പോൾ ആരുടെയാ? സാത്താന്റെ നിയന്ത്രണത്തിലേക്ക് പോയി. ഇരുട്ടിന്റെ അധികാരം, ആ അധികാരമാണ് കൈന് എന്ത് ചെയ്തത്? കൈനെ കൊണ്ട് സ്വന്തം സഹോദരനെ കൊല്ലാൻ പ്രേരിപ്പിച്ചത് അല്ലേ? ആ അധികാരം, ആ ഇരുട്ടിന്റെ അധികാരമാണ് സ്വന്തം സഹോദരൻ എന്ത് ചെയ്തത്? വെളിച്ചത്തിന്റെ അധികാരമാണോ അത്? വെളിച്ചമല്ല അവിടെ പ്രവർത്തിച്ചു, ഇരുളാ പ്രവർത്തിച്ചത്. അപ്പോൾ ആ ഇരുട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം. ഈ ലോകം ഇപ്പോഴും ആ ഇരുട്ടത്ത് പോയിക്കൊണ്ടിരിക്കുക. ആ ഇരുട്ടിനി എന്തായി മാറും? അല്ലെങ്കിൽ ഇപ്പൊ രാത്രിയാണ്, അത് സംബന്ധിച്ച് വേറൊരു വാക്യമുണ്ടല്ലോ. റോമാലേഖനം 13-ാം അധ്യായം 11-12 വാക്യം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. എങ്ങനെയാ 12 എങ്ങനെയാ വായിച്ചേ? രാത്രി കഴിവാറായി. കണ്ടോ? രാത്രി കഴിവാറായി. ഇപ്പൊ രാത്രിയാ. വേറൊരു ഭാഷയിലാണ് നമ്മൾ സന്ധ്യ പറയുന്നത്. സന്ധ്യ കഴിഞ്ഞു, രാത്രിയുടെ അനുഭവത്തിലാണ്. സന്ധ്യയാണ്, അപ്പൊ തന്നെ രാത്രിയാണ്. എന്നിട്ട് അത് പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. ഇരുട്ടിന്റെ പ്രവൃത്തികളൊക്കെ എന്ത് ചെയ്യണം? വെച്ച് കളയണം. എന്നിട്ട് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കുക. എന്നുവെച്ചാൽ സുബോധമുള്ളവരായി ജീവിക്കണം, പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ ജീവിക്കണം. അപ്പോൾ ഇപ്പോൾ ഇരുട്ടാണെങ്കിൽ അപ്പം നമ്മൾ എന്താ എവിടെ തുടങ്ങി? വിളക്കിന്റെ കാര്യം പറഞ്ഞ് സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കണം, പ്രഭാതം വരെ കത്തണം. ഇപ്പോൾ കർത്താവിൻ്റെ സഭയാം വിളക്ക് ഈ ലോകത്ത് കത്തി നിൽക്കുകയാണ്, ഇരുട്ടത്ത് കത്തി നിൽക്കുകയാണ്. ഇരുട്ടത്ത് ഈ വിളക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സന്ധ്യാസമയത്ത് കത്തിച്ചു, മാളിക മുറിയിൽ ഈ വിളക്ക് കത്തിച്ചു. അവിടെ മുതൽ ഈ വിളക്ക് കത്തി നിൽക്കുകയാണ്. എവിടം വരെ കത്തണം? പ്രഭാതം വരെ കത്തണം. സന്ധ്യാസമയത്ത് കത്തി വിളക്ക് എവിടം വരെ കത്തണം? പ്രഭാതം എപ്പോഴാണ് ഉദിക്കുന്നതെന്നാ പത്രോസ് പറഞ്ഞത്? ഉദയസൂര്യൻ വെളിപ്പെടും അല്ലേ? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തന്റെ സഭയെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നമ്മൾ സഭ എന്നുള്ള നിലയിൽ വെളിച്ചത്തിലാകട്ടോ, പക്ഷേ ഈ മൊത്തത്തിലുള്ള അന്തരീക്ഷം എങ്ങനെയാ? ഇരുട്ടാണ്. ഈ ഇരുട്ടിന്റെ ലോകത്താണ് സഭ ഇപ്പോൾ ആയിരിക്കുന്നത്, വെളിച്ചം കൊടുത്തുകൊണ്ട്. എന്നാൽ സഭ ഇവിടുന്ന് മാറ്റപ്പെടുന്ന സമയം, അതായത് കർത്താവ് യേശു ക്രിസ്തു തന്റെ സഭയെ എതിരേൽക്കുവാൻ മേഘത്തിൽ വരുന്നൊരു ദിവസമുണ്ട് ഇല്ലേ? അങ്ങനെയല്ലേ? കർത്താവ് യേശു ക്രിസ്തു തന്റെ സഭയെ എതിരേൽക്കുവാൻ മേഘത്തിൽ വരും. അന്ന് പ്രഭാതം ഉദിക്കുകയാണ്. ദൈവസഭയ്ക്ക് അന്ന് എന്താ സംഭവിക്കുന്നത്? പ്രഭാതമാണ്, ഉദയസൂര്യനാണ് ഉദിച്ചു വരുന്നത്. പിന്നീട് നീതി സൂര്യൻ വെളിപ്പെടുന്ന കാര്യമുണ്ട് പുസ്തകത്തിൽ. നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി ഉദിച്ചു വരുന്ന കാര്യം മലാക്കി പറയുന്നില്ലേ? നീതി സൂര്യൻ അത് നട്ടുച്ചയ്ക്ക് പ്രകാശിക്കുന്ന പോലെ എഴുതിയിരിക്കുന്നത്. നട്ടുച്ചയ്ക്ക് സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഉദയസൂര്യനെ എല്ലാവരും കാണുമോ? അതാരാ കാണുന്നത്? നേരം വെളുത്ത് കിടക്കപ്പായിന്ന് എഴുന്നേറ്റ് വരുന്നവൻ നോക്കിയാൽ കാണും ഉദയസൂര്യനെ, അല്ലാത്തവൻ മൂടിപ്പോച്ച് അവിടെ കിടക്കുകയുള്ളൂ. അപ്പോൾ ഒത്തിരി പേര് കുറിയലൈസവും പറഞ്ഞ് ഇങ്ങനെ മൂടിപ്പോച്ച് കിടക്കും. എന്ത് ചെയ്യാം? ഞാനും അങ്ങനെ കിടക്കേണ്ടതായിരുന്നു. കൃപയാൽ സ്വർഗത്തിലെ ദൈവം എന്നെ തട്ടി ഉണർത്തി, എഴുന്നേറ്റ് വാടാ, ഇരുട്ടത്തിന് പുറത്ത് വാടാന്ന് പറഞ്ഞു. എനിക്ക് ഈ ഇരുട്ടിനെയാണ് ഇഷ്ടം. ഇതൊക്കെ വെള്ളിയാഴ്ച ഞങ്ങൾ മേടിച്ചു വയ്ക്കും. ഈസ്റ്ററിൻ്റെ അന്ന് ഞങ്ങളുടെ കർത്താവ് പൂജിക്കപ്പെട്ടതാ, ഞങ്ങൾക്ക് കുടിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ നടന്ന മനുഷ്യനാ എന്നെ കൊണ്ട് ഈ പ്രസംഗിപ്പിക്കുന്നത്. അയ്യോ, ഭയങ്കരം. കർത്താവ് ജനിച്ചാലും കുഴപ്പമാണ്, മരിച്ചാലും കുഴപ്പമില്ല, എല്ലാത്തിനും ഞങ്ങൾ ആഘോഷിച്ചു കളയും. അങ്ങനെ ഈരട്ടിൽ കുറിയലൈസവും പറഞ്ഞ് നടന്ന് എന്നെ കൃപയാൽ രക്ഷിച്ചു കൊണ്ടുവന്ന്
പണ്ടങ്ങാണ്ട് ഇച്ചിരി വെള്ളം തളിച്ചാന്നാണ് പറഞ്ഞത്. വെള്ളത്തിൻ്റെ ഒരു ശക്തി എൻ്റെ മേൽ, എൻ്റെ പ്രിൻ്റോ പണ്ട് വെള്ളം തളിച്ചത് തന്നെ യാതൊരു ഗുണമുണ്ടായില്ല. വളർന്നു വന്നപ്പോൾ ഇങ്ങനെയായിപ്പോയി, ഗുണമില്ലാതെ പോയി. വെള്ളത്തിൻ്റെ ശക്തിയൊന്നും പിന്നെ ഒന്നും ഉണ്ടായില്ല. അങ്ങനെയൊക്കെ നടന്ന ഞാൻ എന്തിനാ ഇപ്പം ഇത് പറഞ്ഞത്? നിങ്ങൾക്ക് ചിരിക്കാനല്ല, നിങ്ങൾക്ക് ചിരിക്കാനാണോ ഞാൻ പറഞ്ഞത്? ചിരിക്കല്ലേ? തീക്കകത്തേക്ക് പോണ്ടവനാ. ആ തീന്ന് സ്വർഗത്തിലെ ദൈവം കൃപയാൽ എന്നെ എന്ത് ചെയ്തു? രക്ഷിച്ചു കൊണ്ടുവന്നില്ലേ? ഓ, ഞാൻ അത് ഓർത്താ ഇത് പറയുന്നത്, അല്ലാതെ നിങ്ങളെ കുറിച്ച് ഞാൻ രസിപ്പിക്കാൻ വന്നതാണോ വിചാരിച്ചത്? അത് വേണ്ട. വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കണം. അപ്പോ ഉദയസൂര്യൻ വെളിപ്പെടുമ്പോൾ തൻ്റെ സഭയതറിയും, വേറെ ആരും അറിയില്ല. കാരണം കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നില്ല. സഭയെടുക്കാൻ ഇവിടെ വരുന്നുണ്ടോ? വരുന്നില്ല. പരിശുദ്ധാത്മാവ് ഒരുക്കപ്പെട്ട സഭയുമായി ഇവിടെ നിന്ന് പോകും. അതിനാണ് റാപ്ചർ എന്ന് പറയുന്നത്, അതിനാണ് ഉൾപ്രാവണം എന്ന് പറയുന്നത്. ക്ഷണനേരം കൊണ്ട് ഒറ്റ പോക്കങ്ങ് പോകും. അങ്ങനെ പോകുന്ന മണവാട്ടിയെ എതിരേൽപ്പാൻ മണവാളൻ മേഘങ്ങളിൽ വരും. രണ്ടും ഒരുമിച്ച് സ്വർഗസ്ഥലങ്ങളിലേക്ക് അങ്ങ് പോകും. അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഭൂമിയിൽ മനുഷ്യന്മാരുണ്ടല്ലോ, അവരെല്ലാം അർദ്ധരാത്രിയിലേക്ക് പ്രവേശിക്കും. അങ്ങനെയാണ്. ഇപ്പോൾ രാത്രിയാണ്. സഭ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണുള്ളത്? അർദ്ധരാത്രിയാണ്. 7 വർഷക്കാലം. അത് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ പഠനം അങ്ങനെ തന്നെയാണ്. ഇവിടെ എതിർക്രിസ്തു ഭരിക്കും 7 വർഷക്കാലം. അർദ്ധരാത്രിയാണ്. പിന്നത്തേതിൽ നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി വെളിപ്പെടും 7 വർഷം കഴിഞ്ഞ്. യേശുക്രിസ്തുവും തന്റെ സഭയും സകല വിശുദ്ധന്മാരും ശക്തിയേറിയ ദൂതന്മാരുമായി ഈ ഭൂമിയിലേക്ക് വരുന്നൊരു വരവുണ്ട്. അന്ന് സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം കൊടുക്കും. നിത്യ ശിക്ഷാവിധി, ഭയങ്കര ഭയാനകമായ ന്യായവിധിയായിരിക്കും കാത്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ വിശദീകരിക്കേണ്ട കാര്യമാണ്. 2 തെസ്സലോനിക്ക ലേഖനം മറ്റ് ലേഖനങ്ങളും ഒക്കെ വെച്ച് പറയേണ്ടതാണ്. ഇപ്പൊ ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞത്? വിളക്ക് എന്ത് ചെയ്യണം? സന്ധ്യ മുതൽ അത്രയും കത്തണമെങ്കിൽ അതിനകത്ത് എന്തൊഴിക്കണം? എണ്ണ കുറവാണെങ്കിലോ എവിടെ പോയി മേടിക്കണം? വെളിച്ചെണ്ണ മേടിക്കണോ? വെളിച്ചെണ്ണയ്ക്ക് അന്യായ വിലയാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണ മേടിക്കൽ നിർത്തി, സൺഫ്ലവർ ആക്കി. അന്യായ വിലയാണ്. വെളിച്ചെണ്ണയൊക്കെ വിട്. അപ്പോൾ ഇത് പ്രഭാതം വരെ കത്തണമെങ്കിൽ എന്ത് ചെയ്യണം? എണ്ണ ഒഴിച്ചു കൊടുക്കണം. 1 ശമൂവേലിന്റെ പുസ്തകം 1 ശമൂവേൽ 3-ാം അധ്യായം. അക്കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ആ കാലത്ത് ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. പുള്ളിയുടെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു. ശമൂവേൽ ബാലൻ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. ചെന്ന് കിടന്നോ? ചെന്ന് കിടക്കുമ്പോഴത്തേക്കും വിളക്ക് കെട്ടുപോവോ? എങ്ങനെ വായിച്ചു? ഒന്നൂടെ വായിച്ചേ. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. അല്ല, വിളക്ക് സന്ധ്യക്ക് കത്തിച്ചു വെച്ചല്ലേ ഉള്ളൂ. വിളക്ക് എവിടം വരെ കത്തണം? പക്ഷെ പുള്ളി ഒരു 9-9:30 ആയപ്പോഴത്തേക്കും അത്താഴമുള്ളിട്ട് ചെന്ന് കാണും. ആ സമയത്ത് ഇത് എന്ത് ചെയ്തു പോയി? ഒരു ഇച്ചിരി നേരം കത്തി നിന്നു. അപ്പോൾ അല്ലേ, ഒരു ചെറിയ പൊട്ടിത്തെറി, അത്രേ ഉള്ളൂ. പരിപാടി അവസാനിച്ചു. എങ്ങനെയാ കണ്ടത്? ശമൂവേൽ കിടക്കാൻ ചെന്ന സമയത്തേക്ക് വിളക്ക് എന്ത് ചെയ്തു? എങ്ങനെയാ വാക്ക്? വിളക്ക് വിളക്ക് കെടുന്നതിന് മുമ്പേ പുള്ളി തപ്പിത്തടഞ്ഞ് തട്ടി വീഴൂലോ. അപ്പോൾ വിളക്ക് കിടന്നതിന് ഓടിക്കതച്ച് വന്ന് കട്ടിൽ കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ ആയിരിക്കും അല്ലേ? അല്ല, ശമൂവേൽ എവിടെ കിടന്നെന്നാ വായിച്ചേ? എന്നോട് വായിച്ച് നന്നായിട്ട്. ദൈവത്തിന്റെ മന്ദിരം. അന്ന് ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത് ഏതാ കേട്ടോ? ദൈവത്തിന്റെ മന്ദിരം. ആ കാലത്ത് യഹോവയുടെ മന്ദിരം, ശമൂവേൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് യഹോവയുടെ മന്ദിരം അഥവാ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് ഉണ്ടോ? അല്ലോ, പിടിയുണ്ടോ? ഏതാ? കൊരട്ടിപ്പള്ളിയാന്ന് പറയരുത്, കൊരട്ടി മുത്തിയുടെ അടുത്താണ്. അന്ന് സമാഗമന കൂടാരമല്ലേ ഉള്ളത്. പെട്ടകം ഇരിക്കുന്ന എവിടെയാ? അതെനിക്കറിയാം, അറിഞ്ഞോണ്ടല്ലേ ഞാൻ ചോദിച്ചേ. പെട്ടകം ഇരിക്കുന്ന എവിടെയാന്ന് ഞാൻ ചോദിച്ചേ.
സൗരിമാരെ പെട്ടവരിക്കുന്നത് എവിടെയാ? പുസ്തകം തുറന്ന് നോക്ക്, ഒന്നുകൂടെ നോക്ക്. 3-ാം വാക്യം നിങ്ങളെല്ലാവരും നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ നോക്ക്. ഒച്ചത്തിലൊന്നും വായിക്കേണ്ട, ഒന്ന് നോക്ക്, ചുമ്മാ ഒന്ന് നോക്ക്, നോക്കിയിട്ട് പറ. ചാപ്റ്റർ 3 വേഴ്സ് 3 അല്ലേ? സൗരം തന്നെ പറഞ്ഞേ. പെട്ടകം അന്നുള്ളത് സമാഗമന കൂടാരാന്ന് പറഞ്ഞു. അതെ, യഹോവയുടെ മന്ദിരം എന്ന് പറയുമ്പോൾ മന്ദിരത്തിൽ എവിടെ? അതൊക്കെ പറയണം. അതൊക്കെ പറയാതെ വെക്കുവോ? യഹോവയുടെ മന്ദിരം, മന്ദിരത്തിന്റെ രൂപരേഖ പറഞ്ഞു കഴിഞ്ഞാൽ മന്ദിരം എങ്ങനെ ഇരിക്കുന്നേ? പരിമലപ്പള്ളിയിലോ മഞ്ഞണിക്കര പള്ളിയിലോ കോതമംഗലം പള്ളിയിലോ അല്ലെങ്കിൽ പാവർട്ടി പള്ളിയിലോ പുത്തപ്പള്ളിയിലോ എവിടെയെങ്കിലുമൊക്കെ പോകണോ ഇതൊക്കെ അറിയണമെങ്കിൽ? അല്ലേ? ഇവിടെ പോയി അറിയാൻ പറ്റുമോ? അവിടെ ശരിയല്ല, അവിടെ എല്ലാം തലതിരിഞ്ഞാണ് കിടക്കുന്നത്. കയറി ചെല്ലുമ്പോൾ ഒരു പൂമുഖം കാണാം, അല്ലേ? പിന്നെ ഒരു വിളക്കൊക്കെ കെട്ടി തൂക്കിയിട്ടേക്കണാണ്. അത് ഗുരുവായൂരമ്പലത്തിലെ വിളക്കാണ് കെട്ടി തൂക്കിയിട്ടേക്കണേ. അങ്ങനെ കണ്ടിട്ടില്ലേ വിളക്ക് കെട്ടി തൂക്കിയിട്ടേക്കണേ? ഇവിടെയൊക്കെ ഉണ്ടോ അത്? ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഞങ്ങളുടെ സുറിയാനിക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ചങ്ങലയിൽ കെട്ടി തൂക്കിയിടും വട്ടത്തിൽ. അതിൽ എണ്ണ ഒഴിച്ചിരിക്കും. എണ്ണയാ? മറിയാമ പാമോയിലാണ് കൊണ്ടിരുന്നത്, ചോശാമ എണ്ണ കൊണ്ടിരുന്നത് വെളിച്ചെണ്ണയായിരിക്കും. അങ്ങനെ ഓരോരുത്തരും ഓരോരോ എണ്ണ ഒഴിക്കും. എന്നിട്ട് വന്നിട്ട് അത് തൊട്ടിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ തൂത്തിട്ട് പോകും പാവങ്ങൾ. അങ്ങനെ ഒരു വിളക്കിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഏത് രേഖയിലുള്ള ഏത് സഭാപിതാവ് അതൊക്കെ പഠിപ്പിച്ചത്? നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് വിളക്കിന്റെ കാര്യമാണ്? കവരവിളക്കിന്റെ കാര്യമാണ്. യെരൂശലേം ദേവാലയത്തിൽ ഇരിക്കുന്ന എന്ത് വിളക്കാ? കവരവിളക്ക. അതിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിക്കണമെന്നല്ലേ പറഞ്ഞേ? അത് നെറ്റത്ത് പൂജാനാണോ ഈ ഒലിവെണ്ണ ഒഴിക്കുന്നത്? അപ്പോൾ പെട്ടകം എവിടെയാന്നാ പറഞ്ഞേ? പെട്ടകം അതിപരിശുദ്ധ സ്ഥലത്താണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ യെരൂശലേം ദേവാലയമോ അല്ലെങ്കിൽ സമാഗമന കൂടാരോ അതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു ഐഡിയ ഇല്ല വേണ്ട വിധത്തിൽ. ഉണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് മണി പോലെ ചാടി ഉത്തരം പറയില്ലായിരുന്നോ? പറയില്ലേ? ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം സമാഗമന കൂടാരം, 2 യെരൂശലേം ദേവാലയം. സമാഗമന കൂടാരമാകട്ടെ യെരൂശലേം ദേവാലയമാകട്ടെ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന സ്ഥലത്തിന് പറയുന്നതാണ് പ്രാകാരം അഥവാ പൂമുഖം, കോർട്ട്യാർഡ്, പൂമുഖം. അവിടെയാണ് യാഗപീഠവും താമ്രത്തൊട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ആ കൂടാരത്തിനകത്തേക്ക് കയറുമ്പോൾ അവിടെ 2 ഭാഗമായിട്ട് തിരിക്കും. എന്തൊക്കെയായിട്ടാണ് തിരിക്കുന്നത്? വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും, ഹോളി പ്ലേസ് ആൻഡ് മോസ്റ്റ് ഹോളി പ്ലേസ്, 2ആയിട്ട് തിരിക്കും. തിരിക്കുന്നിടത്ത് എന്ത് തൂക്കിയിട്ടിട്ടുണ്ട്? തിരിക്കുന്നിടത്ത് എന്താ തൂക്കിയിട്ടിരിക്കുന്നത്? മറശീലയോ? തിരശീല. മറശീല കിടക്കുന്നത് എവിടെയാ? കൂടാരവാതിലാണ് മറശീല കിടക്കുന്നത്. പ്രാകാരത്തിലുള്ള പ്രാകാര മറശീലയാണ്. പ്രാകാര മറശീല, കൂടാര മറശീല, തിരശീല, അങ്ങനെ 3 കാര്യം. തിരശീലയ്ക്ക് അപ്പുറം എന്താണ്? അതിവിശുദ്ധം അല്ലെങ്കിൽ അതിപരിശുദ്ധമായ അതിപവിത്രമായ ഇടം. അവിടെ എന്തിരിപ്പുണ്ട്? പെട്ടകം ഇരിപ്പുണ്ട്. പെട്ടകത്തിന് മുകളിൽ എന്തുണ്ട്? പെട്ടകത്തിന് മുകളിൽ പെട്ടകത്തിന് മുകളിൽ എന്താ ഉള്ളത്? കൃപാസനം. ആ കൃപാസനത്തിൽ നിന്ന് അടിപ്പുപണിയായിട്ട് അടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിനെ? കെരൂബിനെ. വിളക്കോ? പെട്ടകത്തിന് മുകളിൽ കൃപാസനം. കൃപാസനത്തിന് മുകളിൽ എന്തുണ്ട്? കെരൂബുകൾ. അതെല്ലാം കൂടെ ചേരുമ്പോൾ നമ്മൾ മൊത്തത്തിൽ എന്തെന്നാ പറയാറ്? പെട്ടകം എന്ന് പറയും. പെട്ടകം എവിടെ ഇരിപ്പുണ്ട്? അതിപരിശുദ്ധ സ്ഥലത്ത് ഇരിപ്പുണ്ട്. ഓക്കെ, ഇനി 3-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കേ. ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. ഇത് പെട്ടെന്ന് എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റുന്നതോ ദഹിക്കുന്നതോ ഇഷ്ടപ്പെടുന്നതുമായ കാര്യമല്ല. ഇതൊക്കെ വചനം പഠിക്കുന്നവർക്ക് ത്രില്ലുണ്ടാക്കുന്ന വിഷയങ്ങളാണ്. അല്ലാത്തവർക്ക് എന്നെ കൊല്ലാനുള്ള കലിയുണ്ടാവും. എന്ത് ചെയ്യാൻ പറ്റും? ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടെന്ന് തോന്നിയാൽ പിന്നെ ഞാൻ വച്ചടിച്ച് വിടും. ബാക്കി 9 ഞാൻ മൈൻഡ് ചെയ്യില്ല. അകം കത്തുന്നവന് വേണ്ടിയിട്ട് പോവും, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ സ്ഥലത്തെക്കുറിച്ച് നമ്മുടെ അറിവും പഠനവും എങ്ങനെയാണ്? ദൈവത്തിന്റെ മന്ദിരം, സമാഗമന കൂടാരോ യെരൂശലേം ദേവാലയോ എന്തുവാകട്ടെ, അതിന്റെ അതിപരിശുദ്ധമായ സ്ഥലത്തേക്ക് ആരാ സാധാരണ കടന്നു പോകുന്നത്? മഹാപുരോഹിതൻ. എപ്പ പോകും? ആണ്ടിലൊരിക്കൽ മഹാപാപപരിഹാര ദിവസം പ്രായശ്ചിത്ത ദിനത്തിൽ മാത്രം രക്തവും ധൂപവുമായിട്ട് ആര് കടന്നു പോകും? മഹാപുരോഹിതൻ കടന്നു പോകും. എങ്ങനെ പോകും?
വേച്ചും പറച്ചും ഭയന്നും തിരിച്ചു വരുമെന്നൊരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു പോക്കാണത്. ചിലപ്പോൾ ഒരു പോക്കാകാം, അങ്ങനത്തെ ഒരു പോക്കാണ്. എങ്ങോട്ടാ പോകുന്നത്? ആ തേജോമാനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിലേക്ക്. അഗ്നിമയമായ സന്നിധിയാണ്. യെശയ്യാവ് അതിനെക്കുറിച്ച് പറയുന്നത് നിത്യദഹനങ്ങളുടെ അടുക്കിലേക്ക് എന്നാണ്. എന്താ യെശയ്യാവിൽ എഴുതിയിരിക്കുന്നത്? നിത്യദഹനങ്ങളുടെ അടുക്കിലേക്ക്. ആരാ പോകുന്നത്? ഒരു മനുഷ്യൻ. മഹാപുരോഹിതനാ അത്? ആരാ? ഒരു മനുഷ്യനാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്നു, പാപലോകത്ത്. അങ്ങനെ അങ്ങോട്ട് കടന്നു പോവുകയാണ്. സ്ഥലം മനസ്സിലായില്ലേ? എങ്ങനെയുണ്ട് സ്ഥലം? അവിടെ ഇപ്പൊ ആരാ പോയി കിടക്കുന്നത്? കട്ടിലും തലയുടെയും പായി കിടക്കയായിട്ട് ആരാ പോയേക്കുന്നത്? പാവ് പിടിച്ച ബാലൻ. അവിടെ കട്ടിലും കിടക്കയായിട്ട് പോയി കിടക്കാവുന്ന സ്ഥലമാണോ അത്? ഇതൊക്കെ എത്രയോ പ്രസംഗങ്ങൾ ഞാൻ വിശ്വാസി വന്നപ്പോൾ കേട്ടിരിക്കുന്നതെന്നറിയാവോ? ഈ കേൾക്കുന്നത് എന്താണെന്നറിയാവോ? നമ്മൾ ശമൂവേൽ ബാലനെ പോലെ ആയിരിക്കണം, പെട്ടകത്തിനടുത്ത് അദ്ദേഹം പോയി കിടന്നെന്നൊക്കെ. ഇത് ദുരന്തമാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിദുരന്തം. ഇസ്രായേലിന്റെ നടുവിൽ ദുരന്തമാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദുരന്തം എന്താ? പ്രമാണത്തെ അവരെന്ത് ചെയ്തു? നിസ്സാരമാക്കി. എന്താ പ്രമാണം? ആണ്ടിലൊരിക്കൽ ആര് വരേണ്ട സ്ഥലമാണത്? മഹാപുരോഹിതൻ. ദൈവ തേജസ് ഇറങ്ങി നിൽക്കുന്ന ഇടമല്ലേ അത്? അപ്പൊ ശമൂവേൽ അവിടെ ചെല്ലുമ്പോ കരിഞ്ഞു പുകഞ്ഞു പോകില്ലേ? എന്താ പുകഞ്ഞു പോകാഞ്ഞത്? 1-ാം വാക്യം വായിച്ച്. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ആ കാലത്ത് യഹോവയുടെ വചനം എന്തായിരുന്നു? പിന്നെ താഴെയുണ്ട് ശമൂവേൽ ബാലന് ഈ കാര്യം പിടികിട്ടിയില്ല എന്നുള്ളത്. 1 ശമൂവേൽ 3:7 കൂടെ വായിച്ചു. ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല. ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല. യഹോവയുടെ വചനം അവന് അന്ന് വരെ വെളിപ്പെട്ടതുമില്ല. യഹോവയുടെ വചനം അന്ന് വരെ. അപ്പൊ കാര്യം മനസ്സിലായോ? ശമൂവേൽ ജീവനോടിരുന്നതിന്റെ കാര്യം മനസ്സിലായോ? അവന് കാര്യം മനസ്സിലായില്ല, അറിഞ്ഞില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ തവിട് പൊടിയാ. പിന്നെ അതുകൊണ്ടാ പത്രോസ് പറഞ്ഞു, നീ ഇത് അറിയാതിരുന്നെങ്കിൽ നിനക്ക് നന്ന്. ക്രൂശ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ കണ്ണിന്റെ മുമ്പിൽ വരച്ച് കിട്ടിക്കഴിഞ്ഞാൽ, ബലിപീഠം മുമ്പിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുറംതിരിഞ്ഞ് പോകാൻ പറ്റുമോ? പിന്നെ പുറംതിരിഞ്ഞ് പോകുന്നവൻ എങ്ങോട്ടാ പോകുന്നത്? അവൻ തീക്കകത്തേക്കാ പോകുന്നത്. ഇപ്പൊ അവന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തീയുണ്ട്. എന്ത് തീയാ അത്? ആ തീയിൽ, അതായത് മനുഷ്യവർഗത്തിന്റെ മേൽ വീഴേണ്ട തീയാണ് ബലിപീഠത്തിൽ വീണിരിക്കുന്നത്. ബലിപീഠം എന്ന് പറഞ്ഞാൽ കാൽവറിയിലെ ബലിപീഠം. കാൽവറിയിൽ എന്താ നാട്ടിയിരിക്കുന്നത്? കാൽവറിയിൽ ഒരു മരക്കുരിശാണ്. അതായത് റോമാക്കാർക്കും യഹൂദന്മാർക്കും കത്തോലിക്കർക്കും ഓർത്തഡോക്സുകാർക്കും അതൊരു മരക്കുരിശാണ്. നമുക്കതെന്തല്ല? അതൊരു മരക്കുരിശല്ല. പിന്നെ എന്താ അത്? സ്വർഗം ഒരുക്കിയ ബലിപീഠമാണത്. അല്ല, ശരിക്കും അത് മരക്കുരിശല്ലേ? അതെ. നമ്മൾ അതിനെ മരക്കുരിശായിട്ടല്ല ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ എങ്ങനെയാ പറഞ്ഞത്? അത് ചുമ്മാ ഒരു മരക്കുരിശല്ല. ആ മരക്കുരിശ് റോമാക്കാര് സമ്മാനിച്ചതാ കർത്താവിന്. അത് സ്വർഗം അനുവദിച്ചതാ. അത് നമ്മെ സംബന്ധിച്ച് എന്തായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്? അതൊരു ബലിപീഠമാണ്. മാനവവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം നടന്ന ഇടമാണ് കാൽവറി. ഭയങ്കര വലിയത്. അതിനു മുമ്പ് 2 യാഗപീഠത്തെ കുറിച്ച് നമ്മൾ പഠിക്കും. ഒന്ന് സമാഗമന കൂടാരത്തിന് മുമ്പിലിരിക്കുന്ന താമ്രയാഗപീഠം. 2ാമത്തെ യാഗപീഠം എവിടെ ഇരിക്കുന്നത്? യെരൂശലേം ദേവാലയത്തിന് മുൻപിൽ. 3ാമത്തെ യാഗപീഠം എവിടെയാ? ഗോൽഗോഥായിൽ. ആദ്യത്തെ 2 യാഗപീഠത്തിലൂടെയുള്ള വീണ്ടെടുപ്പ്, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പാണ് അവിടെ നടക്കുന്നത്, നിഴൽ പോലെ. 3ാമത്തെ യാഗപീഠം കാൽവറിയിലെ ബലിപീഠം. അവിടെ ആരുടെ വീണ്ടെടുപ്പാണ് നടക്കുന്നത്? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാട് നമ്മുടെ പാപവും ശാപവും വഹിച്ചുകൊണ്ട് അവൻ മനസ്സോടെ ശാപമരത്തിലേക്ക് നടന്നു കയറി. അവൻ മനസ്സോടെ ശാപമരത്തിലേക്ക് നടന്നു കയറി. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. അവന്റെ പ്രാണനൊരു ആകൃത്യയാഗമായി തീർന്നു. അത് വല്ലാത്ത കാര്യങ്ങളാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച സമയം, ഇസ്രായേലിന്റെ നടുവിൽ യാഗങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ കൊടുത്തതിന് ശേഷം സമാഗമന കൂടാരത്തിന് മുൻപിലുള്ള ബലിപീഠത്തിൽ നിരന്തര ഹോമയാഗം അർപ്പിക്കണം അവര്. കണ്ടിന്യൂവൽ ബേൺ സാക്രിഫൈസ് എന്ന് പറയും. നിരന്തര ഹോമയാഗം. പുറപ്പാട് ദിവസം 25 മുതൽ 40 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ അതിൻ്റെയൊക്കെ റെഫറൻസ് വാക്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ നിരന്തര ഹോമയാഗം അർപ്പിക്കണം. അതായത് ജനം അവിടെ യാഗങ്ങൾ കൊണ്ടുവരും. ഹോമയാഗവും സമാധാനയാഗവും പല യാഗങ്ങളും കൊണ്ടുവരും. അത് ജനം കൊണ്ടുവരുന്നത്. അത് ജനം കൊണ്ടുവന്നോ ഇല്ലയോ എന്നുള്ളതല്ല. ഇസ്രായേലിന്റെ പുരോഹിതന്മാർ അവർ തനിച്ചെന്ത് ചെയ്യണം?
ഹോമയാഗം അർപ്പിക്കണം, രാവിലെയും വൈകിട്ടും. അത് അർപ്പിച്ചതിന് ശേഷം ജനം കൊണ്ടുവരുമ്പോൾ അതും അർപ്പിക്കാം. അപ്പോൾ ആരെങ്കിലും വന്നോ ഇല്ലയോ എന്നുള്ളതല്ല, പുരോഹിതന്മാർ എന്ത് ചെയ്യണം? ദിവസേന അർപ്പിക്കണം. പ്രഭാതയാഗവും സന്ധ്യായാഗവും. പ്രഭാതയാഗം എപ്പോഴാണെന്നറിയാവോ? സന്ധ്യായാഗം എപ്പോഴാണെന്നറിയാവോ? സന്ധ്യ നമസ്കാരം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സന്ധ്യാ നമസ്കാരത്തിന് പോവാന്ന്. പ്രഭാതയാഗം. ഇസ്രായേലിന് 2 യാഗങ്ങളാണ് ഹോമയാഗത്തോടുള്ള ബന്ധത്തിൽ നിരന്തര യാഗങ്ങളായിട്ട് വെച്ചിരിക്കുന്നത്. ഒന്ന് പ്രഭാതത്തിൽ, ഒന്ന് സന്ധ്യയ്ക്കും. 2 യാഗങ്ങൾ. ആ വാക്കുകൾ അങ്ങനെ തന്നെ സുവിശേഷത്തിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് ഇന്ന പോലെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ. ഇതെല്ലാം പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ, അന്വേഷിക്കാൻ മനസ്സുണ്ടെങ്കിലേ നമുക്ക് പിടികിട്ടിയുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തിരുമേശയിലേക്കൊക്കെ കടക്കുമ്പോഴാണ് ഉള്ളം കത്തുന്നത്, പിടയ്ക്കുന്നത്. അയ്യോ, ഭയങ്കര സംഭവങ്ങളല്ലേ, വലിയ വലിയ സംഭവങ്ങളല്ലേ സംഭവിക്കുന്നത്. പ്രഭാതയാഗം രാവിലെ 9 മണിക്ക്. അപ്പോൾ പ്രഭാതയാഗം രാവിലെ 9 മണിക്ക്, സന്ധ്യായാഗം ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശുമരണത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ക്രൂശുമരണത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 3 മണി നേരത്താണ് അവനെ എന്ത് ചെയ്തത്? ക്രൂശിച്ചത്. 3 മണി എന്ന് പറഞ്ഞാൽ എത്ര മണിയാ? 6, 3, 9. ഈ പറയപ്പെട്ട സമയത്തിൻ്റെ കൂട്ടത്തിലെല്ലാം 6 കൂട്ടണം. അവരുടെ സമയവും നമ്മുടെ സമയമായിട്ട് ഒത്തുവരണമെങ്കിൽ എന്ത് കൂട്ടണം? എല്ലാത്തിൻ്റെ കൂടെ 6 കൂട്ടിയാൽ മതി. അപ്പോൾ രാവിലെ 9 മണിക്കാണ് പ്രഭാതയാഗം നടക്കുന്നത്. ആ പ്രഭാതയാഗം നടക്കുന്ന സമയത്ത് യെരുശലേം ദൈവാലയത്തിൽ അവിടുത്തെ മഹാപുരോഹിതൻ ഒരു ആടിനെ എന്ത് ചെയ്യുന്നുണ്ട്? അറുക്കുന്നുണ്ട് അല്ലേ? പ്രഭാതയാഗത്തിൻ്റെ സമയത്ത് യെരുശലേം ദൈവാലയത്തിൽ പുരോഹിതന്മാർ ഒരു ആടിനെ യാഗമായിട്ട്, ബലിയായിട്ട് അവിടെ അർപ്പിക്കുകയാണ്. ആ സെയിം ടൈമിൽ സകല വിസ്താരങ്ങളും കഴിഞ്ഞ് അന്നാസിൻ്റെയും കയ്യഫാസിൻ്റെയും അരമനയിൽ നിന്ന്, പീലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അങ്ങനെ പോയി ഹെരോദാവിൻ്റെ അടുക്കൽ പോയി വിസ്താരം പൂർത്തിയാക്കി വീണ്ടും പീലാത്തോസിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും ആരവാരവങ്ങൾ കൊണ്ട് അവരുടെ പുരോഹിതന്മാരും എല്ലാവരും വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഇവനെ വേണ്ട, ബറബാസിനെ മതിയെന്ന്. ഇന്ന് നസ്രാണി ലോകം അതാ പറയുന്നത്, ഞങ്ങൾക്ക് ഇവനെ വേണ്ട, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വേണ്ട, ബറബാസിനെ മതിയെന്നാ പറയുന്നത്. അങ്ങനെയല്ലേ ഇന്നത്തെ കാലത്തും പറയുന്നത്? അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ തലയോടിയിടം എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവന് 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ തൂക്കി, 3 ആണിമേൽ ക്രൂശിച്ചു. എത്ര മണിക്കാ? 9 മണിക്ക്. അതായത് 3 മണി നേരത്ത്. 3 മണി നേരത്ത് നമ്മുടെ കർത്താവിനെ ക്രൂശിച്ചു. ആ സെയിം ടൈമിൽ ഒരു ആടിനെ അവിടെ അറുത്തോണ്ടിരിക്കുക. യാതൊരു പ്രയോജനമില്ലാത്ത അറുപ്പും പരിപാടികൾ. ഇനി ഒരു ആടിനെ അറക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ഇതാ അറക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ കുഞ്ഞാട് അറക്കപ്പെടുകയാണ്. 12 മണി മുതൽ 3 മണി വരെ ദേശത്തെല്ലാം എന്തായിരുന്നു? 12 മണി മുതൽ 6 മണി സമയം മുതൽ ദേശത്തെല്ലാം എന്തായിരുന്നു? ഇരുട്ടായിരുന്നു. 6 മണി മുതൽ 9 മണി വരെ ദേശത്തെല്ലാം ഇരുട്ടായിരുന്നു. 9 മണി നേരം എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 മണി. ആ 3 മണിക്ക് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആ ക്രൂശിൽ 2 കരങ്ങളും വിരിച്ചു കിടക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് എന്താ പറഞ്ഞത്? ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് വിളിച്ചില്ലേ? പിന്നീട് അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? സകലതും നിവൃത്തിയായി, എല്ലാം നിവൃത്തിയായി എന്ന് വെച്ചാൽ പാപത്തിനുള്ള വില ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ആരും ഒരു കർമ്മങ്ങളും ചെയ്യണ്ട. പാപത്തിന് വേണ്ടി ഇനി ഒരു കുർബാനയില്ല, ഒന്നുമില്ല, ഇനി ഒരു ബലിയില്ല. ഉണ്ടെന്ന് തെളിയിക്കാവോ? തെളിയിക്കാവോ ഈ പുസ്തകം വെച്ച്? യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച പരമയാഗത്താൽ എന്നേക്കുമുള്ള സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. പാപത്തിന്റെ മോചനം സാധിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെ അത് നമുക്ക് കരസ്ഥമാക്കാം? വിശ്വാസത്താൽ പാപമോചനം പ്രാപിക്കാം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വാതന്ത്ര്യം വരുത്തുന്ന ആരാ? പുത്രൻ. പുത്രൻ എന്ന് പറഞ്ഞ ആരാ? രക്ഷകൻ, സേവ്യർ, രക്ഷകൻ യേശു ക്രിസ്തു. അവൻ ഉയരത്തിൽ നിന്ന് വന്നവൻ, നമ്മെ വിടുവിക്കുവാൻ, വീണ്ടെടുക്കുവാൻ. അവൻ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നാം സാക്ഷാൽ സ്വതന്ത്രരാകും. അല്ലെങ്കിൽ കെട്ടപ്പെട്ട് ഇങ്ങനെ കിടക്കും, തട്ടിയും മുട്ടിയൊക്കെ ആയിട്ട് അങ്ങ് പോകും. സ്വാതന്ത്ര്യം വരുത്തി കഴിഞ്ഞാൽ ആത്മാവിൽ നാം ജീവിക്കുകയാണ്. പിന്നെ പ്രത്യാശ ജ്വലിക്കുകയാണ്. ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും ഒന്നും പിന്നെ നമ്മളെ കുരുക്കില്ല. വാസ്തവമായ സ്വാതന്ത്ര്യത്തിലേക്ക് വരണം. നാം ദാസ്യത്വത്തിന്റെ ആത്മാവിനെയാണോ പ്രാപിച്ചത്, അതോ പുത്രത്വത്തിന്റെ ആത്മാവിനെയാണോ പ്രാപിച്ചതെന്ന് ചിന്തിക്കണം. യേശുക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ അവനുള്ളവനാണ്. യേശുക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല.
യേശുക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളവൻ മാത്രമാണ് അവനുള്ളവൻ. അവന്റെ ആത്മാവ് അകത്ത് വരണമെങ്കിൽ നിലം ഉഴുതുമറിക്കപ്പെടണം. 56-ാം ദിവസമൊന്നും ഉഴുതുമറിക്കൽ നടക്കില്ല കേട്ടോ. അതൊന്നും ആരും വ്യാമോഹിക്കണ്ട. 56-ാം ദിവസം ബോധമില്ലാതെ നമ്മൾ ആരുടെയോ കൈ കിടന്നതാ. അന്ന് ആരെന്താ ഉഴുതുമറിച്ചെന്നാ പറയുന്നത്? സുവിശേഷം എന്ന കലപ്പ അകത്തൂടെ കടന്നു പോകണം. നിലം ഒരുക്കപ്പെടണം. ആദാമിന്റെ മകന്റെ നിലം ഒരുക്കപ്പെടണം. ആദാമിന്റെ മകന്റെ ഹൃദയം ഒരുക്കപ്പെടണം. നമ്മുടെ അപ്പനാരാ? ഫ്രണ്ടോടെ അപ്പന്റെ പേരനാ? അവന്റെ പേരനാ? ആദം. കൊച്ചൗസേപ്പും ചിറ്റൗസേപ്പും ഒന്നും അല്ല. ആദം. മറന്നു പോരുത് എല്ലാവരും. നിങ്ങളുടെ എല്ലാവരുടെയും കാര്യമാണ് പറഞ്ഞേ. നമ്മുടെ എല്ലാം അപ്പന്റെ പേരനായിരുന്നു. നമ്മൾ പറയുന്നത് ചാക്കോച്ചനും അവറാച്ചനും എന്നൊക്കെ. അതൊന്നും അല്ല. അതൊക്കെ ഇപ്പോൾ തൽക്കാലത്തേക്കുള്ള കേസാ. അതൊക്കെ നമ്മുടെ അപ്പന്റെ പേരെന്താ? ആദാം. ആദാം തോട്ടത്തിൽ നിന്ന് പുറത്തു വന്നവനാ. അവന്റെ തലമുറയെ കാത്തിരിക്കുന്ന ന്യായവിധിയാണ്. ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഏകന്റെ ലംഘനത്താൽ അനേകർ പാപികളായി. ഏകന്റെ ലംഘനത്താൽ അനേകർ എന്തായി? പാപികളായി തീർന്നു. ഈ ഭൂമിയിൽ പിറക്കുന്ന സകല മനുഷ്യരും ആരാണ്? പരിചിതന്മാരാണോ? എല്ലാവരും പാപത്തിന് കീഴിലാണ്. അപ്പൊ പാപത്തിന് കീഴിൽ സഞ്ചരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? സുവിശേഷം കേട്ട സുവിശേഷത്തിന് മുമ്പാകെ അടിയറ പറയണം, മുട്ടുമടക്കണം. ക്രൂശിന്റെ മുമ്പാകെ ബലിപീഠം വെളിപ്പെടുകയ. കാൽവറിയിലെ ക്രൂശ് ഒരുവന്റെ പുറ ഉഴവുചാല് പോലെ ഉഴുതുമറിക്കപ്പെട്ട കാഴ്ചയാണ് കൺമുമ്പിൽ വരുന്നത്. ഭയാനകമായ കാഴ്ച. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ആരെ പ്രതി? എന്നെയും നിങ്ങളെയും പ്രതി. അവനെ തകർത്ത് കളയുവാൻ അവന്റെ പുറ ഉഴവുചാല് പോലെ ഉഴുന്നത് ആരാ? നമ്മൾ തന്നെയാ. ആ കയ്യിൽ ആണിയടിച്ചത് ആരാ? പാപിയായ മനുഷ്യൻ തന്നെയല്ലേ? പാപിയായ മനുഷ്യൻ തന്നെയാണ് ആ കയ്യിൽ ആണിയടിച്ചത്. അവന് വേണ്ടിയാണ് അവൻ ക്രൂശിൽ കയറിയത്. മനസ്സോടെ നമ്മെ സ്നേഹിച്ച്, അങ്ങനെ എഴുതിയിരിക്കുന്നത്, നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി കാൽവറിയുടെ കൊലത്തളത്തിൽ അവൻ നടന്നു കയറി. മനസ്സോടെ നടന്നു കയറി നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി. അവിടെ കിടക്കുമ്പോൾ ആളുകളെല്ലാം എന്താ പറഞ്ഞെന്നറിയാവോ? നീ ദൈവപുത്രങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കൂ. ഇറങ്ങി വാ എന്നൊക്കെ ആളുകൾ വിളിച്ചില്ലേ? ഇറങ്ങി വാ എന്നൊക്കെ ആളുകൾ വിളിച്ചില്ലേ? പരിഹസിച്ചില്ലേ? നിന്ദിച്ചില്ലേ? അപ്പൊ കർത്താവ് ഇറങ്ങി വന്നായിരുന്നെങ്കിലോ നമ്മളിതിങ്ങനെ ഇരിക്കുവോ? നമ്മൾ ഈ കർത്താവിനെ സേവിക്കുവോ? ഇങ്ങനെ ഈ വഴിയിൽ വരുവോ? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവസാന വിലയും കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എല്ലാം നിവൃത്തിയായി. പാപത്തിനുള്ള വില കൊടുത്തു കഴിഞ്ഞു. ഇനി ആരും ഒന്നും ചെയ്യണ്ട. ഇനി എന്ത് കർമ്മമാർഗമുള്ള? ഒരു കർമ്മം ഇനിയില്ല. റോമാലേഖനം വ്യക്തമായി പറയുന്നു, കർമ്മമാർഗത്തിന്റെ പ്രശംസ പോയി. ഇനി വിശ്വാസ മാർഗം മാത്രമേ ഉള്ളൂ. വിശ്വാസത്താൽ നീതീകരണം, കൃപയാൽ വിശ്വാസം മൂലമുള്ള നീതീകരണവും രക്ഷയും ഇപ്പൊ സുലഭമാണ്. ആര് വിശ്വസിക്കുന്നുവോ വചനം അവന്റെ ഹൃദയത്തിന് അടുത്തുണ്ട്. ആര് വിശ്വസിക്കുന്നുവോ, ആര് ഹൃദയം കൊടുക്കുന്നുവോ, കൊടുത്താൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ ഹൃദയത്തിൽ വന്ന് രാജാതി രാജാവായി വാഴും, വസിക്കും, നമ്മെ ഭരിച്ച് വഴി നടത്തും. അല്ലേ? നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യം സ്ഥാപിക്കും. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യം സ്ഥാപിക്കും. ആ രാജ്യത്തിന്റെ രാജാവാരാ? യേശുക്രിസ്തു തന്നെയാണ്. ഇതിൽ ദൈവരാജ്യം സ്ഥാപിച്ചുകൊണ്ട് ഇതിൽ രാജാതി രാജാവായി നമ്മുടെ കർത്താവ് വാഴും. നമ്മുടെ ജീവിതത്തെ വാഴും. അവന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തും. എങ്ങോട്ട് നടത്തും? നേർനിലത്തിൽ നടത്തും. പച്ചയായ പുൽപ്പുറങ്ങളിൽ നടത്തും. ഇതാണ് പച്ചയായ പുൽപ്പുറം. ഈ പുൽപ്പുറങ്ങളിലൂടെ നടത്തും. അപ്പോഴാണ് നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരവൊക്കെ വരുന്നത്. അപ്പോഴാണ് ഏത് കാര്യത്തിനും മറുപടി പറയാൻ പാകത്തിന് നാം പ്രാപ്തരാകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ തിരുമേശയുണ്ട്. കാലങ്ങളായി നമ്മൾ ഇതിലേക്ക് കരം നീട്ടുന്നവരാണ്. അതൊരു ചടങ്ങായിട്ട് പരിണമിക്കാതെ തകർന്നു നുറുങ്ങിയ ഹൃദയത്തോടെ ക്രൂശിന്റെ ദർശനം പ്രാപിച്ച് കണ്ണിന്റെ മുമ്പിൽ ആ ബോധ്യം ഉണ്ടാകണം. എനിക്ക് പകരക്കാരനായ ഒരുവൻ, ക്രിസ്തു നമുക്ക് പകരക്കാരനാണ്. അവൻ മറുവിലയായി തീരുകയാണ് ചെയ്തത്. മറുവിലയായി തീരുകയല്ലേ ചെയ്തത്? അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരക്കാരനായി മറുവിലയായി തീർന്നു. പാപത്തിൽ നിബന്ധിച്ച് കിടന്ന, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന് കുഴഞ്ഞു മറഞ്ഞു കിടന്നതാ. രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പലവട്ടം ശ്രമിച്ചു. ഒരു കാല് പറിക്കുമ്പോൾ അടുത്ത കാല് താന്നു പോകും, അത് പറിക്കുമ്പോൾ അടുത്ത കാല് താന്നു പോകും. അങ്ങനെ മുങ്ങിത്താണ് കിടന്നപ്പോഴാണ് രക്ഷകൻ അവതരിച്ചത്. സുവിശേഷം നമ്മുടെ കാതുകളിൽ മുഴങ്ങിയത്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ പുത്രൻ നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ പുത്രൻ നമ്മെ അവിടെ നിന്ന് കോരിയെടുത്തു.
ആ പാപത്തിന്റെ പടുകുഴി നമ്മെ കോരിയെടുത്ത് ഉറപ്പുള്ള പാറമേൽ കൊണ്ടുവന്ന് നമ്മുടെ അധരത്തിൽ പുതുപാട്ട് തന്നു. തങ്കച്ചോരയാൽ നമ്മെ കഴുകി വെടിപ്പാക്കി നിർമ്മലന്മാരാക്കി നമുക്ക് പരമാർത്ഥ ഹൃദയം നൽകി. ദുർമനസാക്ഷി നീക്കി നിർമ്മലമായ മനസാക്ഷി തന്നു. എങ്ങനെയാ? ദുർമനസാക്ഷി നീക്കി നിർമ്മലമായ മനസാക്ഷി നൽകി. പരമാർത്ഥ ഹൃദയത്തോട് അവന്റെ അടുക്കിലേക്ക് ഇന്ന് നമുക്ക് അടുത്തു വരാം. കഴിഞ്ഞ 1-2 ദിവസം നമ്മൾ ഒരുമിച്ച് കൂടി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മുൻപോട്ട് പോയി. ഞാൻ പറഞ്ഞു, കയറി ഇറങ്ങി ഒക്കെയാണ് പോയത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇന്നലെ പറഞ്ഞതിലും ഇന്ന് പറഞ്ഞതിലും മിനിഞ്ഞാന്ന് പറഞ്ഞതിലും ഒക്കെ കയറി ഇറങ്ങി പോയി. ഇതിനിടയിൽ ചോദ്യങ്ങൾ വന്നു. ഇതിനിടയിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചു. ഇതിനിടയിൽ ചോദ്യങ്ങൾ വന്നു. അതിനിടയിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചു. ഉത്തരങ്ങൾ കിട്ടാതെ പോയി. അങ്ങനെ വന്നപ്പോഴൊക്കെ നമ്മൾ വിശദീകരിച്ചു. അങ്ങനെയൊക്കെ ആയിട്ട് ഈ 2-3 ദിനം കടന്നുപോയി. നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെലവഴിച്ചു. പലരും പല കാര്യങ്ങളും മാറ്റിവെച്ച് ദൂരത്തുനിന്ന് ദൈവത്തിന്റെ ദാസന്മാർ കടന്നു വന്നു. വലിയ സന്തോഷമുള്ള കാര്യമാണ്. മറ്റൊന്നുമല്ല, എവിടേക്കാണ് കടന്നു വന്നത്? ദൈവസന്നിധിയിലേക്കാണ് കടന്നു വന്നത്. ഏതെങ്കിലും പാസ്റ്ററുടെ അടുക്കിലേക്കോ പാസ്റ്റർ കാണാനൊന്നും വന്നതല്ല. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് തിരുവായ്മൊഴികൾ കേൾക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചു. കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് എന്നപ്പോൾ കൊർന്നല്യോസും കുടുംബവും പറഞ്ഞതുപോലെ, നീ വന്നത് ഉപകാരം. പലയിടത്തും പലപ്പോഴും ഞാൻ പ്രസംഗിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, 2-3 ദിവസം വന്ന് കാര്യമൊക്കെ പറഞ്ഞല്ലോ. അന്ന് പത്രോസിനോട് കൊർന്നല്യോസ് പറഞ്ഞു, നീ വന്നത്. പക്ഷെ നമ്മൾ പല സ്ഥലത്തും ചെന്ന് ദൈവവചനം ഘോഷിക്കുമ്പോൾ പിന്നത്തേതിൽ അവർ പറയുന്നത് എന്താണെന്നറിയാവോ? ഒരു ഉപകാരം ഉണ്ടായില്ലെന്ന്. ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്. എങ്ങനെ ഉപകാരം ഉണ്ടാകാൻ? ഉപകാരമായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തൻ്റെ വചനത്തിൽ സമ്പന്നരാക്കട്ടെ. വിശ്വാസത്തിൽ ദൃഢതയുള്ളവരായി, ഉപദേശത്തിൽ ഉറച്ചു നിൽക്കുന്നവരാക്കി മാറ്റട്ടെ. ഇങ്ങനത്തെ ഒരു സാവകാശം ഒരുക്കിയ സഹോദരങ്ങളുണ്ട്. ഒന്നും ഞാൻ പറയുന്നില്ല. ദൈവദാസനെ, സഭയെ എല്ലാം ഓർത്ത് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. കാരണം സാർവത്രിക സഭയുടെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ദൈവദാസനോട് ചേർന്ന് 2 ദിവസം ദൈവജനത്തെ ശുശ്രൂഷിപ്പാൻ എനിക്ക് ഒരു അവസരം കിട്ടി. അതെല്ലാം ജീവിതത്തിലൊരു അനുഗ്രഹമാണ്. അല്ലെങ്കിൽ അതെല്ലാം ജീവിതത്തിൽ ഹൃദ്യമായ അനുഭവങ്ങളാണ്. ഒത്തിരി പ്രിയപ്പെട്ടവരെ കാണുവാനും കേൾക്കുവാനും ഒരുമിച്ചിരിപ്പാനും ഒക്കെ ഒത്തിരി സാവകാശങ്ങളെ ലഭിച്ചു. എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവസന്നിധിയിൽ താഴ്ത്തുകയാണ്. പ്രിയ സഹോദരൻ പ്രിൻറ്റോയെയും അതുപോലെ മറ്റൊരു സഹോദരനെയും ഒക്കെ ഇപ്പോൾ കാണുവാനിടയായി. അതെല്ലാം അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ. വാത്സല്യ മാതാവിനെ ഓർക്കുന്നു. അങ്ങനെ പല പ്രിയപ്പെട്ടവരും മുതിർന്നവർ പലരുണ്ട് നമ്മുടെ നടുവിൽ. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. അനുവദിക്കപ്പെട്ട സമയത്തിൽ നിന്നും കടന്ന് മുൻപോട്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.